ഇടതുമാറിയ NSSനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള പ്രമുഖ നേതാക്കളെ പെരുന്നയിലെത്തിച്ചും നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയും നല്ല ബന്ധം പുനഃസ്ഥാപിക്കാനാണ് നീക്കം. NSSനെ പ്രകോപിപ്പിക്കുന്ന വാക്കോ പ്രവൃത്തിയോ പാടില്ലെന്നും ധാരണയായിട്ടുണ്ട്. സാമുദായിക സംഘടനകളുടെ നിലപാട് മാറ്റത്തോടെ മൂന്നാം ഭരണത്തിന് അരങ്ങൊരുങ്ങിയെന്നാണ് CPMന്റെ ആത്മവിശ്വാസം. NSSന്റെയും SNDPയുടെയും രാഷ്ട്രീയാഭിമുഖ്യത്തെ BJPയും ജാഗ്രതയോടെയാണ് കാണുന്നത്. അയ്യപ്പ സംഗമം സർജിക്കൽ സ്ട്രൈക്കായി മാറിയോ? ചർച്ചയിൽ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPM, ശ്രീ M ലിജു കോൺഗ്രസ്, ശ്രീ ജിതിൻ തേവ് BJP, ശ്രീ NP ചെക്കുട്ടി സാമൂഹ്യ നിരീക്ഷകൻ എന്നിവർ. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇന്ന് മാതൃഭൂമി പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ G. സുകുമാരൻ നായർ പറയുന്നത് മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധമാണ്, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് എന്നാണ്. അതേസമയം തന്നെ കോൺഗ്രസുമായി നല്ല ബന്ധം അല്ല എന്നും. മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി അയ്യപ്പ സംഗമവേദിയിലേക്ക് പോകുന്നു. ആ സംഗമവേദിയിൽ വെച്ച് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ദേവസ്വം മന്ത്രി VN വാസവൻ വായിക്കുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത്? ഒരു ഹിന്ദു ഹൃദയ സാമ്രാട്ടായി പിണറായി വിജയൻ മാറുകയാണോ? അഭിലാഷേ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ ഭരണാധികാരി എന്ന നിലക്ക് കേരളത്തിലെ എല്ലാ മതവിശ്വാസികളും സമുദായ സമൂഹവും അവരുടെ നേതാക്കളുമൊക്കെയായിട്ട് ആരോഗ്യകരമായ ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. ഞാനീ മലബാറിൻ്റെ തലസ്ഥാനായ കോഴിക്കോട് നിന്നാണല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ മലബാറിലെ ന്യൂനപക്ഷ മത സമുദായങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ധാരയിലും വെട്ട സമുദായ നേതാക്കളെ നിരന്തരമായി ബന്ധപ്പെടുന്ന ആളാണ് പിണറായി വിജയൻ. എന്ന് മാത്രമല്ല, അവരുടേതായ ആവശ്യങ്ങൾക്കും പല കാര്യങ്ങളിലുള്ള വ്യക്തതയ്ക്കും വേണ്ടി സഖാവ് പിണറായി വിജയനെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നിരന്തരമായി ബന്ധപ്പെടാറുണ്ട്. വെള്ളാപ്പള്ളി നടേശനായാലും സുകുമാരൻ നായരായാലും കേരളത്തിലെ എല്ലാ സമുദായ സംഘടനകളുടെ നേതാക്കളുമായിട്ട് കേരളം പോലെ ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നിരന്തരമായി ബന്ധപ്പെടേണ്ടി വരും. ആ നിരന്തരമായ ബന്ധം കേരളം പോലെ ഒരു സമൂഹത്തിനകത്ത് സമുദായ വൈര്യമോ മതവിദ്വേഷമോ ഒക്കെ വളരുന്ന ഒരു സാഹചര്യത്തെ തടയുന്നതിന് വളരെ സഹായകരമാണ്. സെക്കുലറും ജനാധിപത്യപരവുമായ ഒരു രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ട് കേരളത്തിലെ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളെയും കേരളത്തെ ഭൗതികമായി വികസിപ്പിക്കാനുള്ള ഒരു വികസിത സമൂഹമായി കേരളത്തെ മാറ്റാനും മനുഷ്യരുടെ ജീവിത ഗുണനിലവാരത്തെ വികസിത സമൂഹങ്ങൾക്കൊപ്പം വളർത്തിയെടുക്കാനുമുള്ള ശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രമകരമായ പ്രവർത്തനങ്ങളെല്ലാം സമൂഹത്തിനകത്ത് എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളുടെയും സാമുദായിക സംഘടനകളുടെയും ഒക്കെ നേതാക്കൾക്ക് മുഖ്യമന്ത്രിയോട് സംസാരിക്കാനുണ്ടാവും, മുഖ്യമന്ത്രിക്ക് തിരിച്ചും സംസാരിക്കാനുണ്ടാവും. അതിനപ്പുറത്ത് ഈ സാമുദായിക സംഘടനകളുടെയൊക്കെ ഒരു റാലിംഗ് പോയിന്റായി സർക്കാർ മാറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ സാമുദായിക സംഘടനകളുടെ പിന്തുണ കാലാകാലങ്ങളിൽ വ്യത്യസ്തമായിരിക്കും എങ്കിൽ പോലും ഇടതുപക്ഷം ഇത്തരം സംഘടനകളോടൊക്കെ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. അവർ വരച്ച വരയ്ക്കകത്ത് നിൽക്കുക എന്നുള്ളതല്ലല്ലോ അത്. അവിടെ ഒരു വരയുടെ പ്രശ്നമില്ല. ഇടതുപക്ഷത്തിൻ്റെതായ നിലപാടുകളുണ്ട്. ഇടതുപക്ഷ സർക്കാരിന് അതിൻ്റെതായ വികസന സമീപനങ്ങളുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളുകളാണ് സമുദായ നേതാക്കൾ. കേരളത്തിലെ എല്ലാ സമുദായങ്ങളെയും നയിക്കുന്ന നേതാക്കൾ, സമുദായ സംഘടനകളിൽപ്പെട്ടവർക്കും ആ കാര്യങ്ങളായ. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തതുപോലെ സമുദായങ്ങളുടെയും മറ്റനവധിയായ വിഷയങ്ങളുടെയും പേരിൽ മനുഷ്യർക്കിടയിൽ ഭിന്നതയും വിഭജനവും വലിയൊരളവോരും വിദ്വേഷമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിനകത്ത് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാനും അവരുടെ വിശ്വാസത്തെയൊക്കെ ബഹുമാനിക്കുന്ന, ഉൾക്കൊള്ളുന്ന വളരെ ആധുനികമായ ഒരു ജനാധിപത്യ സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നത്. ശരി, ശ്രീ M ലിജു, ഒരു ഗെയിം ചേഞ്ചറായി മാറുകയാണോ NSSന്റെ നിലപാട്? NSSന്റെ നിലപാടിനോട് ചേർന്നുള്ള നിലപാടാണ് SNDP യോഗത്തിന്റെ നിലപാടും. സാമുദായിക സംഘടനകളുടെ നിലപാട് ഈ സർക്കാരിന്റെ അവസാന വർഷം സർക്കാരിന് അനുഗുണമായി വരുന്നത് ഞെട്ടിക്കുന്നുണ്ടോ നിങ്ങളെ? അങ്ങനെ ഞെട്ടേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഇപ്പോൾ NSS നിലപാടിനെ കുറിച്ചാണ് അഭിലാഷ് ചോദിച്ചത്. ആ ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി തന്നെ NSS ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി എനിക്ക് മനസ്സിലായിടത്തോളം അദ്ദേഹം പറഞ്ഞത് അയ്യപ്പ സംഗമം നടത്തുന്നതിനോട് യോജിപ്പാണ്. അയ്യപ്പ സംഗമം നടത്തുന്നതിനോട് അദ്ദേഹം യോജിപ്പാണെന്ന് പറയാൻ ഉള്ള കാരണവും നമുക്ക് ബോധ്യപ്പെടും. കാരണം ശബരിമല വിഷയമുണ്ടാക്കിയത് LDF സർക്കാരാണ്. സുപ്രീം കോടതിയിൽ നടന്നിരുന്ന കേസിൽ മുൻപ് UDF സർക്കാർ കൊടുത്തിരുന്ന സത്യവാങ്മൂലത്തിന് മാറ്റം വരുത്തി
അത് ലിംഗനീതിയുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം കൊടുക്കുകയും തുടർന്ന് സുപ്രീം കോടതിയുടെ വിധി അത്തരത്തിലുണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനോട് യോജിച്ച് അതിൻ്റെ പേരിൽ നവോത്ഥാന സംഗമങ്ങൾ എന്ന പേരിൽ പരിപാടികൾ സംഘടിപ്പിച്ച് വളരെ ആസൂത്രിതമായി 2 യുവതികളെ ബിന്ദു അമ്മണിയെയും മറ്റ് ഒരു വനിതയെയും കൂടി ശബരിമലയിൽ ആസൂത്രിതമായി പ്രവേശിപ്പിക്കാൻ ശ്രമിച്ച ഒരു സർക്കാർ തന്നെ ആ ശബരിമല വിശ്വാസത്തിന് അനുകൂലമായ ഒരു സംഗമം സംഘടിപ്പിക്കുമ്പോൾ NSS പോലെ ഹൈന്ദവ വിശ്വാസമുള്ള ഒരു സംഘടന അതിനെ അനുകൂലിച്ചു. അപ്പോൾ ആ ആസ്പെക്റ്റിലാണ് NSS ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായ പ്രകടനമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒറ്റ കാര്യത്തിൽ അയ്യപ്പ സംഗമത്തിൽ മാത്രം എടുത്തിട്ടുള്ള നിലപാടാണോ ഇത്? അതാണ് ഇക്കാര്യത്തിലെ സംശയം. വിവിധ വിഷയങ്ങളിൽ അതേ ഐക്യം സർക്കാരിനോട് NSSനിലെ ആ അഭിമുഖത്തിൽ G. സുകുമാരൻ നായർ പറയുകയാണ്, കോൺഗ്രസിനെ കുറിച്ച് പറയുകയാണ്, അവർ കള്ളക്കളി കളിക്കുന്നു, അത് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടതാണ്. ചോദ്യം ചോദിക്കുന്നു, കോൺഗ്രസ് നേതൃത്വം വിശ്വാസ സംരക്ഷണ പ്രവർത്തനവുമായി സഹകരിക്കാൻ NSSുമായി സംസാരിക്കാൻ വന്നിട്ടില്ലേ? ഇല്ല, വന്നിട്ടില്ല. മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധമാണോ? നല്ല ബന്ധമാണ്, വിളിക്കാറുണ്ട്. കോൺഗ്രസ് നേതാക്കളായിട്ട് നല്ല ബന്ധമല്ലേ? ഇല്ല, ആരും വിളിക്കാറില്ല. ബന്ധം അവർ തന്നെ കളഞ്ഞതാണ്. ഇവിടെ സ്ഥിരം വന്നിരുന്നവരാണ്. പറഞ്ഞാൽ കോൺഗ്രസും ഞങ്ങളും തമ്മിൽ യാതൊരു തരത്തിലുള്ള നല്ല ബന്ധവുമില്ല. അതേസമയം മുഖ്യമന്ത്രിയും സർക്കാരും LDFുമായിട്ട് നല്ല ബന്ധമാണ് എന്ന് സുകുമാരൻ നായർ പറയുന്നത് ഈ വിശ്വാസത്തിന്റെയും അയ്യപ്പ സംഗമത്തിന്റെയും കാര്യത്തിലല്ലല്ലോ. രണ്ടായിട്ട് തന്നെ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ഒന്ന് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട NSS നിലപാടിൻ്റെ നീതീകരണം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അത് ഒരു ഹൈന്ദവ സമുദായ സംഘടന തെറ്റുകൾ ചെയ്ത ഒരു സർക്കാർ ആ അഭിപ്രായം തിരുത്തി ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടി എന്ന രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ ഒരു പാതയിലുണ്ടാകുന്ന മാറ്റത്തെ അവർ അംഗീകരിക്കുന്നു എന്ന തരത്തിൽ നമുക്കതിനെ സ്വാഗതം ചെയ്യാവുന്നതാണ്. അത് ആ സംഘടനയ്ക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അഭിപ്രായമാണ്. അതിനെ അത്തരത്തിൽ കാണണം. രണ്ടാമത് പറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം NSSുമായി എല്ലാ കാലത്തും കോൺഗ്രസ് പാർട്ടി ജനാധിപത്യ ചേരിയിൽ നിന്നിട്ടുള്ള ഒരു സംഘടന എന്ന നിലയിൽ എല്ലാ കാലഘട്ടത്തിലും അടുത്ത ബന്ധം പുലർത്തിയിട്ടുള്ള ഒരു സംഘടനയാണ് NSS. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വർഷങ്ങളായി, എനിക്ക് തോന്നുന്നു ഐക്യ കേരളം രൂപപ്പെട്ട കാലഘട്ടം മുതൽ തന്നെ NSSൻ്റെ നേതൃത്വവുമായിട്ടുള്ള ബന്ധം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എല്ലാ നേതാക്കന്മാരും, ആദ്യകാല നേതാക്കന്മാർ തുടങ്ങി ഇപ്പോൾ വരെയുള്ള നേതാക്കന്മാർക്ക് ശക്തമായ ബന്ധമാണുള്ളത്. ഇന്നിപ്പോൾ NSS ജനറൽ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായി കോൺഗ്രസ് നേതൃത്വം അത് പരിശോധിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് പരിശോധിച്ച് ഏതെങ്കിലും തരത്തിൽ പിഴവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ എടുക്കാൻ പ്രാപ്തരാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസിൻ്റെ നേതൃത്വം. അവർ ആ കാര്യത്തിൽ പരിഹാരമുണ്ടാക്കും. അത്തരത്തിലാണ് ഞാനതിനെ കാണുന്നത്. അത് അത്തരമൊരു പരിഭവം NSS ജനറൽ സെക്രട്ടറി പറഞ്ഞു എന്നതുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത് രേഖപ്പെടുത്തിയതുകൊണ്ട് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി വിച്ഛേദിക്കപ്പെട്ടെന്നോ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ NSSും കോൺഗ്രസും വെച്ച് പുലർത്തിയിട്ടുള്ള ഏറ്റവും അടുപ്പം നിറഞ്ഞ ജനാധിപത്യപരമായ ബന്ധം അതുകൊണ്ട് തകർന്നു പോകുമെന്നോ ഞാൻ കരുതുന്നില്ല. അത്തരമൊരു അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളതിനെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വം ഗൗരവമായി തന്നെ വീക്ഷിച്ച് പരിഹാര നടപടികൾ സ്വീകരിക്കും. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. ശരി, ശ്രീ ജിതിൻ ദേവ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് NSSുമായി തർക്കമുണ്ടായിട്ടേ ഇല്ല. NSSന് കൺസേൺസ് ഉണ്ട് എങ്കിൽ അത് ചർച്ച ചെയ്യും എന്ന നിലപാടാണ്. BJPക്കോ ഇന്ന് CK പത്മനാഭൻ പറയുന്നത്, BJP നേതാവ് CK പത്മനാഭൻ പറയുന്നത് NSSന് എന്തോ വലിയ പ്രയോജനം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടൊക്കെ എടുക്കുന്നത്. നേതൃത്വം പറഞ്ഞാൽ അങ്ങനെ കേൾക്കുന്ന അനുയായികളൊന്നുമല്ല എന്നാണ്. NSSനോ അതിന്റെ ജനറൽ സെക്രട്ടറിക്കോ എന്തോ പ്രത്യേക താല്പര്യം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എന്തോ പ്രയോജനം കിട്ടുന്നത് കൊണ്ട് ഇപ്പൊ ഇങ്ങനൊരു നിലപാടെടുത്തു എന്ന് ആരോപിക്കാൻ കാരണം എന്താണ്? അല്ല, അതിനെ അങ്ങനെയല്ല വ്യാഖ്യാനിക്കേണ്ടത്. അത് അങ്ങയുടെ വ്യാഖ്യാനമാണ്. ശ്രീ CK പത്മനാഭൻ പറഞ്ഞത് NSS നിലപാട് വ്യക്തമാക്കിയത് ശബരിമലയെ സംബന്ധിച്ചാണ്. ശബരിമലയെ സംബന്ധിച്ച് ശ്രീ സുകുമാരൻ നായർ സാറിന്, NSSന്റെ ജനറൽ സെക്രട്ടറിക്ക് വാസവൻ മന്ത്രി പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ സന്ദേശം അല്ലെങ്കിൽ അറിവോടെ എന്ന രീതിയിൽ ചില ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ട്, അഷുറൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഉറപ്പുകൾ പാലിക്കപ്പെടും എന്നുള്ള വിശ്വാസത്തിലാണ് NSS ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയത്. ആ ഉറപ്പിനെ സംബന്ധിച്ചാണ് ശ്രീ CK പത്മനാഭൻ സൂചിപ്പിച്ചത്. അല്ലാതെ അതിനെ അത്തരത്തിലൊരു വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഇവിടെ CPMനെ സംബന്ധിച്ച് അങ്ങ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 57 കാലഘട്ടം മുതൽ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന പാർട്ടിയാണ് CPM. കാരണം ഇവർക്ക് വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഇവിടെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം വലിയ വികസന മുന്നേറ്റത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നോക്കൂ, ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പമുള്ള, ഇൻഫ്ലേഷനുള്ള സംസ്ഥാനം ഈ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനമാണ്.
ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഈ സംസ്ഥാനത്ത് ഇല്ലാത്ത സാഹചര്യം വരുന്നു. ഈ സംസ്ഥാനം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ കേരം തിങ്ങും കേരനാട്ടിന്റെ വെളിച്ചെണ്ണ പോലും സാധാരണക്കാരന് അപ്രാപ്യമാവുന്ന തരത്തിലേക്ക് പോകുന്നു. നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറഞ്ഞിടത്ത് നമ്പർ 1 പോയിട്ട് നമ്പർ 100 പോലും ആകാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനമില്ലാത്ത കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോ വികസനം പറഞ്ഞ് വോട്ട് നേടാൻ സാധിക്കാത്തത് കൊണ്ട് മതത്തിനെ പിടിക്കാൻ ശ്രമിക്കുന്നു, ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു, BJP-യെ സംബന്ധിച്ച് അവർ മതത്തെ പിടിക്കോ പിടിക്കാതിരിക്കോ അത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ സാമൂഹ്യ സംഘടനകൾ ഇപ്പോൾ BDJS NDAയുടെ ഘടകകക്ഷിയാണ്. SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള രാഷ്ട്രീയ കക്ഷിയാണല്ലോ BDJS. തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ അതായത് BJP-യുടെ മുന്നണിയുടെ നേതാവാണ്, പ്രധാനപ്പെട്ട നേതാവാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ മുക്തകണ്ഠം സർക്കാരിനെയും പിണറായി വിജയനെയും പ്രശംസിക്കുന്നു. പിണറായി വിജയന്റെ കൂടെ ഒരു തേരാളിയെ പോലെ കൂടെ നടക്കുന്നു. NSS ഇതാ സർക്കാരിനെ പുകഴ്ത്തുന്നു. NSSും SNDPയും ഒക്കെ ഈ നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടാണ്? അഭിലാഷ്, SNDP ആയാലും NSS ആയാലും നമ്മുടെ നാട്ടിൽ കാലങ്ങളായി പഴക്കമുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന സാമുദായിക പ്രസ്ഥാനങ്ങളാണ്, നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ്. ആ പ്രസ്ഥാനങ്ങളുടെ നിലപാട് ഇന്നതാകണം ഇന്നതാകരുത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം BJPക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ ഉണ്ടോ? അവർ എല്ലാ വിഷയങ്ങളിലും നിലപാടുകൾ പറയാറുണ്ട്. ആ നിലപാടുകൾ സമൂഹം അംഗീകരിക്കുന്ന നിലപാടുകളായി മാറാറുണ്ട്. ചില നിലപാടുകൾ ആ തരത്തിൽ വരുന്ന നിലപാടുകൾ ഈ പറയുന്നത് പോലെ പൊതുസമൂഹത്തിന്റെ അംഗീകാരം കിട്ടാത്ത നിലപാടുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ നിലപാടുകളെ ചോദ്യം ചെയ്യാനൊന്നും BJP ആഗ്രഹിക്കുന്നില്ല. NSSന് നിലപാട് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. SNDPക്ക് SNDPയുടെ നിലപാട് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. KPMSന് അവരുടെ നിലപാട് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ ഹൈന്ദവ അല്ലെങ്കിൽ മത സാമുദായിക സംഘടനകൾക്കും അവരവരുടെ നിലപാട് പറയാം. അതിനകത്ത് ഇന്നത് പറയണം ഇന്നത് പറയണ്ട എന്ന് പറയാൻ BJPക്ക് സാധിക്കില്ല. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ മാടമ്പി എന്നും നികൃഷ്ടജീവി എന്നൊന്നും വിളിക്കാറില്ല. ഞങ്ങൾക്ക് എന്നും അന്നും ഇന്നും ഈ പറഞ്ഞ സാമുദായിക സംഘടനാ നേതാക്കന്മാരോടും സംഘടനകളോടും ആദരവ് മാത്രമേ ഉള്ളൂ, ബഹുമാനം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് കാണേണ്ടുന്നത് CPM-ന്റെ ഇരട്ടത്താപ്പാണ്. കാരണം അവർക്ക് വോട്ട് പിടിക്കാൻ വേറെ മാർഗമില്ല. ഏത് വിധേനയും എങ്ങനെയും മൂന്നാമത് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ശ്രീ പിണറായി വിജയൻ നടത്തുന്ന ഗിമിക്കുകൾ മാത്രമാണ്. ക്ലിഫ് ഹൗസ് വിട്ടൊഴിയാൻ സാമുദായിക സംഘടനകൾ വഴി എന്ന വിമർശനമാണ് ഇതര സംഘടനകൾ പാർട്ടികൾ ഉന്നയിക്കുന്നത്. ശരി, ഞാൻ അതിന് സമാധാനം കണ്ടെത്താം. പക്ഷേ KT അതിന് മറുപടി പറയും. അതിന് പക്ഷേ NP ചെക്കുട്ടി, ഇപ്പോൾ NSS ഇടതുപക്ഷത്തോട് അടുക്കുകയാണ് എന്ന് നമ്മൾ ശരിക്കും വിശ്വസിക്കണോ? കാരണം ചരിത്രപരമായി തന്നെ 57 മുതലുള്ള ചരിത്രം എടുത്താൽ NSS എപ്പോഴും UDF പക്ഷത്തായിരുന്നു. വളരെ പ്രകടമായ നിലപാടുകൾ എടുത്ത സമയവുമുണ്ട്, സമദൂരം എന്ന പേരിൽ മൃദുവായിട്ടുള്ള നിലപാടെടുത്ത സമയവുമുണ്ട്. പക്ഷേ എപ്പോഴും NSSന്റെ ഒരു പക്ഷപാതിത്വം UDF-നോടായിരുന്നു എന്ന് മാത്രമല്ല, NSSന്റെ കാര്യങ്ങൾ നടക്കുന്നത് UDF അധികാരത്തിലുള്ളപ്പോഴാണ്. UDF-ലെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് പോലും NSS ആണല്ലോ. ഇപ്പോൾ VD സതീശൻ 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയാവേണ്ട ആളായിരുന്നു. പക്ഷേ I ഗ്രൂപ്പിൽ നിന്ന് PS ശിവകുമാറാണ് മന്ത്രിയായത്. സമുദായത്തിന്റെ അല്ലെങ്കിൽ NSSന്റെ എൻഡോഴ്സ്മെന്റ് ആർക്ക് എന്നുള്ളത് അതിലൊരു ഘടകമായിരുന്നു എന്നൊന്ന് വാർത്തകൾ വന്നതാണല്ലോ. അതിനുശേഷം താക്കോൽ സ്ഥാനത്ത് ആള് വേണം എന്ന് ആവശ്യപ്പെട്ടത്, സർക്കാരിനോട് ആവശ്യപ്പെട്ടത് NSS ആണ്. LDF ഭരിക്കുമ്പോൾ താക്കോൽ സ്ഥാനത്ത് ഞങ്ങളുടെ ഇന്ന ആളെ വെക്കണം എന്ന് NSS ആവശ്യപ്പെടാറില്ല, ആവശ്യപ്പെടാറിട്ട് നടക്കാറില്ല. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ഘട്ടത്തിൽ ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കപ്പെടും എന്ന ഒരു ഘട്ടം വരുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വകുപ്പ് മാറ്റപ്പെടുമ്പോൾ അദ്ദേഹം AICC-യിലേക്കല്ല പോകുന്നത്, ചങ്ങനാശ്ശേരിയിലേക്കാണ് എന്ന് പറഞ്ഞതുപോലെ UDF രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക ഘടനയുടെ ഭാഗമായി നിന്നിരുന്ന NSS 10 കൊല്ലം ഭരണമില്ലാതായിരിക്കുമ്പോൾ LDF-ലേക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടെ ആഭിമുഖ്യം മാറ്റും എന്ന് കരുതണോ, അതോ ഇതൊരു പ്രഷർ ടാക്ടിക്സ് ആയി കാണണോ? അല്ല, ഇതിൽ 2 ആസ്പെക്ട്സ് ഞാൻ കാണുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ NSSന്റെ നിലപാടിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. NSS അന്നും ഇന്നും ചില ഒരു സമുദായ താല്പര്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിൽ തന്നെ സമുദായത്തിലെ മേലേക്കിടയിലുള്ള പ്രമാണിമാരായിട്ടുള്ള ആളുകളുടെ താല്പര്യങ്ങളാണ് സംരക്ഷിച്ചത്. അതാണ് വാളെ കഞ്ഞി കുടിപ്പിക്കും, തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തിന് അതിൻ്റെ നിലപാടുകളിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷെ നിലപാട് ആർക്കാ മാറ്റം വന്നത്? നിലപാടിൽ മാറ്റം വരുത്തിയത് NSSന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ഈ നാടിനെ ഭരിച്ചുകൊള്ളാം എന്നുള്ള ഒരു അങ്ങോട്ടൊരു ഒരു റെപ്രസെൻറ്റേഷൻ അവിടേക്ക് കൊണ്ടുപോയി കൊടുത്തത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് വാസവൻ എന്ന് പറയുന്ന മന്ത്രിയാണെന്ന് കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ ഇന്ത്യൻ എക്സ്പ്രസിലെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി സമ്മതത്തോടു കൂടി വാസവൻ മന്ത്രി ഞങ്ങളെ വന്ന് കണ്ടിട്ട് ചില ഉറപ്പുകൾ തന്നിട്ടുണ്ട്. അദ്ദേഹം
അദ്ദേഹം പറഞ്ഞ ഉറപ്പുകൾ അതിനകത്ത് പ്രത്യേകിച്ച് ഉറപ്പൊന്നും കൊടുക്കേണ്ട ശബരിമലയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആ കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഒരു ഉറപ്പിൻ്റെ കാര്യത്തിൽ സർക്കാർ നിലപാട് പരസ്യമായിട്ട് പറഞ്ഞിട്ട് പഴയ നിലപാട് അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പെന്ന് പറയുന്നത് കേരളത്തിലുള്ള ഭരണകൂടത്തെ എവിടെയാണോ UDF അവർ നേരത്തെ അമിതാധികാര പ്രയോഗം നടത്തിയത്, ആ തരത്തിലുള്ള അമിതാധികാര പ്രയോഗം ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഇടതുപക്ഷത്തും നടത്താൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ഇന്ന് NSS ഉണ്ടായിട്ടുണ്ട്. അത് ആ നാരറ്റീവ് വളരെ വളരെ ഡാമേജിങ് ആണ് യഥാർത്ഥത്തിൽ. കാരണം എന്താണ്, അങ്ങനെ ഒരു നാരറ്റീവ് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ സർക്കാരിന്, ഇടതുപക്ഷ മുന്നണി സർക്കാരിന് കേരളത്തിലെ വളരെ 10-15% മാത്രമുള്ള എളുപ്പമാണോ? മുൻകാലങ്ങളിൽ ഇപ്പോൾ NDP ഉണ്ടായിരുന്ന കാലത്ത് UDFന്റെ ഘടകകക്ഷിയായിരുന്നു. പല കാര്യങ്ങളിലും ഒരു സേ NSS ഉണ്ടായിരുന്നു ഭരണത്തിൽ. പക്ഷേ ഇപ്പോൾ പരിപാടിക്കൊക്കെ വിളിക്കുന്നുണ്ടാവും എന്നുള്ളതിനപ്പുറത്ത്, അല്ലെങ്കിൽ ഒരു റാപ്പോ ഉണ്ടാവും എന്നുള്ളതിനപ്പുറത്ത് ഒരു സേ NSSന് LDF ഭരണത്തിൽ കിട്ടുമോ? അവർ UDF ഭരണം വരാനല്ലേ സ്വാഭാവികമായി ആഗ്രഹിക്കുക? അല്ല അഭിലാഷ, ഞാൻ പറയുന്നത് നമ്മൾ സൊസൈറ്റിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാരറ്റീവിനെ കുറിച്ചാണ്. അത് വസ്തുതയാണോ, അതിനകത്ത് വാസ്തവമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിൻ്റെ താല്പര്യങ്ങളെ നയിക്കുന്നത്, ഒരു കാലത്ത് അവർ ആരെയാണോ തകർക്കാൻ ശ്രമിച്ചത്, അവർ ആരെയാണോ എതിർക്കാൻ ശ്രമിച്ചത്, അതേ തരത്തിലുള്ള സാമൂഹിക വിരുദ്ധ ശക്തികളുടെ താല്പര്യങ്ങളെ ഇന്ന് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള പ്രശ്നം. എന്നുവെച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ ഉണ്ടായിരിക്കുന്ന അടിസ്ഥാനപരമായ മാറ്റങ്ങളുടെ ലക്ഷണമാണ് ഇന്ന് NSSന്റെ നേതാവ് എടുക്കുന്ന ഈ വളരെ പരസ്യമായിട്ടുള്ള പിണറായി അനുകൂലമായ സമീപനം. അത് ഉണ്ടാക്കാൻ പോകുന്ന റിപ്പർക്കഷൻ, അത് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ, അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ NSSനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഡീഷണൽ ആയിട്ട് പ്രത്യേകമായിട്ട് വോട്ടൊന്നുമില്ല. പക്ഷേ കേരളത്തിലുള്ള മഹാഭൂരിപക്ഷം ജനങ്ങളും, ഏതാണ്ട് ഒരു 60-70% ജനങ്ങളും ഈ പറയുന്ന സംവരണ സമുദായങ്ങളിൽ നിന്ന് എന്ന് പറയുന്ന കൂട്ടരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങൾ ഘടകവിരുദ്ധമായ നിലപാടാണ് NSSലെ സാമ്പത്തിക സംവരണം വേണമെന്ന അവരുടെ നിലപാട്. ഈ സാമൂഹികമായി അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങൾക്കല്ല സംവരണം വേണ്ടത്. സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കം നിൽക്കുന്ന ആ നിലയിൽ നിലപാടെടുക്കുന്ന ഒരു കൂട്ടർ സർക്കാരിനെ നിയന്ത്രിക്കുന്നു, അല്ലെ സർക്കാർ നിലപാടുകളെ നിയന്ത്രിക്കാൻ ശേഷി അവർക്കുണ്ട് എന്ന് വരുമ്പോൾ അത് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രത്യാഘാതമുണ്ടല്ലോ, അത് വളരെ പ്രധാനമാണ്. NSS പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇന്ന ആളായിരിക്കും, അല്ലെ ആഭ്യന്തരമന്ത്രി ഇന്ന ആളായിരിക്കും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു നാരറ്റീവ് ഉണ്ടാവുന്നത് ആ തരത്തിൽ ഈ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഇതാണല്ലോ, ആ തരത്തിലൊരു ക്യാമ്പയിൻ ആണല്ലോ മുസ്ലിം കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. വല്ല കുഞ്ഞാലിക്കുട്ടിയും പിന്നെ അമീറും ചേർന്നിട്ട് കേരളം ഭരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ കൃത്യമായിട്ടുള്ള വർഗീയമായിട്ട് ഒരു പ്രൊജക്ഷൻ ആയിരുന്നു. ആ പ്രൊജക്ഷൻ ഇന്ന് NSSന് അനുകൂലമായിട്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ വളരെ വളരെ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവും എന്ന് ഇടതുപക്ഷക്കാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ശരി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കമ്മ്യൂണിസ്റ്റുകാരെ തുരത്തി അവരുടെ പിതൃരാജ്യമായ റഷ്യയിലേക്ക് ഓടിക്കുമെന്നും കമ്മ്യൂണിസ്റ്റ് വിഷവൃക്ഷത്തിന്റെ അടിവേരിറക്കുന്നു ഒക്കെ നിലപാട് പ്രഖ്യാപിച്ച ആളാണ് മന്നത്ത് പത്മനാഭൻ. എന്തിനേറെ കമ്മ്യൂണിസ്റ്റുകാരെ ഏറ്റവും കൂടുതൽ വോട്ടിന് ഭൂരിപക്ഷത്തിന് തോൽപ്പിക്കുന്ന ആളിന് സ്വർണ്ണ മെഡൽ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം 1960-ൽ. ആ നിലപാട് തന്നെയാണ് ഏറെയും കുറഞ്ഞൊക്കെ NSS ഇത്രയും കാലം സ്വീകരിച്ചു വന്നിരുന്നതും. ഇപ്പോൾ ഈ 2025-ലെത്തിയപ്പോൾ NSS ആണോ മാറിയത്, അതോ നിങ്ങളാണോ മാറിയത്? അന്നത്തെ ആ നിലപാടിൽ നിന്ന് മാറി നിങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ കുറെ കൂടി മെച്ചപ്പെട്ട ആളുകളായിരുന്നു, ഞങ്ങൾക്ക് സ്വീകാര്യമായ ആളുകൾ എന്നുള്ള നിലയിൽ NSSന് സ്വീകാര്യമായി ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ മാറുവാണോ ഉണ്ടായത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യയശാസ്ത്രപരമായിട്ട് NSSO അതുപോലുള്ള സമുദായ സംഘടനകളൊക്കെ അതിനെ എതിർക്കുന്നുണ്ടാകാം. കമ്മ്യൂണിസത്തോട് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമൂഹത്തോട്, അത് മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ സമത്വത്തോട്, സ്വത്തുടമാ വർഗ്ഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങൾ എക്കാലത്തും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അഭിലാഷ, ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഒരു കേവല യുക്തിയിൽ നിന്നതിനെ സമീപിക്കരുത്. 50കളുടെയും 60കളുടെയും സാമൂഹ്യ ബന്ധങ്ങളോ സാമൂഹ്യ സാഹചര്യമല്ല കേരളത്തിലെ സാമൂഹ്യ ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് ഭൂമിയുമായി ബന്ധപ്പെട്ട ഫ്യൂഡൽ ജാതി ബന്ധങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ നമ്മൾ കാണണം. ആ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഒരു പുതിയ സമൂഹത്തെയാണ്. ആ സമൂഹത്തിനകത്ത് കാസ്റ്റ് പോലുള്ള ഒരു പ്രശ്നത്തെ കേരളത്തിൻ്റെ ഒരു നവോത്ഥാന ചരിത്രമൊക്കെയായി ബന്ധപ്പെട്ട് സമുദായ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന നിലക്കാണ് NSSും SNDPയും മറ്റ് പുലിയർ മഹാസഭ ഉൾപ്പെടെയുള്ള സംഘടനകളും പ്രവർത്തിക്കുന്നത്. ആ സംഘടനകൾക്ക് 50കളുടെ അടുത്തൊരു നിലപാട് ഇന്നത്തെ കാലത്ത് എടുക്കാൻ പറ്റില്ല. ഇന്ന് അവരുടെയൊക്കെ കുടുംബങ്ങൾ വരാൻ പോകുന്ന പാട്ടത്തെയും ഇതിനെയൊന്നും ആശ്രയിച്ച് ജീവിക്കുന്നവരല്ല. അവരെല്ലാം തന്നെ വലിയ IT മേഖലകളിൽ ജോലി ചെയ്യാനാവശ്യമായ ഫ്രോണ്ടിയർ സയൻസിൻ്റെ മണ്ഡലങ്ങളിൽ ബിരുദമുള്ളവർ, ബിരുദാനന്തര ബിരുദമുള്ള അങ്ങനെ ഒരു തലമുറയാണ് സുകുമാരൻ നായരുടെയൊക്കെ ശേഷം വന്നിരിക്കുന്ന തലമുറ എന്ന് പറയുന്നത്. ആ തലമുറകൾക്ക് തൊഴിൽ വേണം, അവർക്ക് ജീവിക്കാനാവശ്യമായ സൗകര്യങ്ങൾ വേണം. ഈ കേരളം ആ രീതിയിൽ മാറണം, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങൾ ഉണ്ടാവണം.
അതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഇച്ഛാശക്തിയോടുകൂടി സർവ്വ കുത്തിത്തിരിപ്പുകളെയും കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തെയും ഒക്കെ തന്നെ നേരിട്ടുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ ഗവൺമെൻറ്. അതുകൊണ്ട് ഓരോ വിഭാഗം ജനങ്ങൾക്കും അവരെ പ്രതിനിധീകരിക്കുന്ന നേതാക്കൾക്കുമൊക്കെ ഈ കാര്യങ്ങളെ ഒന്നും കാണാൻ കഴിയാതെ പോവില്ല. ഇവിടെ BJP-യുടെ പ്രതിനിധി, എൻ്റെ സുഹൃത്ത്, അദ്ദേഹം പറയുന്നത് കേട്ടു, ഇവിടെ ഒരു കാര്യവും ഇടതുപക്ഷത്തിന് പറയാനില്ല. ആ നീതി ആയോഗിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കെങ്കിലും ജിതിൻ ദേവേ ഇത്തരം ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് പരിശോധിക്കണം. മനുഷ്യ ജീവിത ഗുണനിലവാരത്തിൻ്റെ ഓരോ സൂചകങ്ങൾ എടുത്തു നോക്കിയാലും ഇന്ത്യക്കാകെ എന്നല്ല, വികസിത മുതലാളിത്ത സമൂഹങ്ങൾക്ക് സമാനമായ ജീവിത ഗുണനിലവാരം ഓരോ സൂചകങ്ങളിലും കാണാൻ കഴിയും. ഇത് ഞാൻ പറയുന്നതല്ല, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസ്താവനയല്ല, ഇത് നീതി ആയോഗിൻ്റെ കൃത്യമായ കണക്കുകളാണ്. ആ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. കേരളം മാറുകയാണ്, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം അടക്കമുള്ള നയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കേരളം ശ്രമിക്കുമ്പോൾ 50കളിലെ സാമൂഹ്യ ബന്ധങ്ങളുടെയും യാഥാസ്ഥികത്വത്തിൻ്റെയും നിലപാടുകളിൽ നിന്നെടുത്ത ഒരു നിലപാട് ഒരു പ്രസ്ഥാനത്തിനും പഴയതുപോലെ കമ്മ്യൂണിസ്റ്റുകാരോട് ഇനി സ്വീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ കാണുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ അന്ന് പോലും സുകുമാരൻ നായർ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്ത് ഇറങ്ങിയതിന് ശേഷം നിങ്ങളെ തോൽപ്പിക്കണം എന്ന് പറയാതെ പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഹ്വാനം നൽകിയാണ് തിരിച്ചുപോയത് പോലും. 50കളിൽ മാത്രമല്ല കേട്ടോ. അല്ല, അഭിലാഷേ CPM പോലുള്ളൊരു പാർട്ടി ഇവിടുത്തെ സമുദായ സംഘടനകളോട് ആരോടും ഞങ്ങൾക്ക് വോട്ട് തരണം, ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമാണ് എന്ന ഒരു അഭ്യർത്ഥന നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ചർച്ച നടക്കുന്നത്. ഇവിടുത്തെ സമുദായ സംഘടനകൾ കേരളത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും നൂതനമായ, ഏറ്റവും വർത്തമാനമായ ഒരു സാമൂഹ്യ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായങ്ങളെ മുൻനിർത്തി നമ്മൾ ചർച്ച ചെയ്യുമ്പം UDF-ന്റെ പരമ്പരാഗതമായ സഹായികളും സഖ്യശക്തികളും അവരിൽ നിന്ന് അകലുന്നു എന്നതാണ് നമ്മുടെ ഈ ചർച്ചയുടെ ഒരു കോണ്ടസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പോയിന്റാണ്. ശ്രീ M. ലിജു, ഇപ്പോൾ ചരിത്രപരമായി തന്നെ NSS UDF-നോട്, അതിനു മുമ്പ് കോൺഗ്രസ് പക്ഷത്തോട് അനുഭാവം പുലർത്തി വന്നിരുന്നു. എന്ന് മാത്രമല്ല, കോൺഗ്രസ്സുകാരെ ഒരു പതിറ്റാണ്ട് മുമ്പ് വരെയെങ്കിലും പെരുന്നയിൽ പൊരുന്നയിരിക്കുന്നവർ എന്നൊക്കെ ആക്ഷേപിക്കാറൊക്കെ ഉണ്ടായിരുന്നു സാമൂഹ്യ നിരീക്ഷകരും വിമർശകരും ഒക്കെ. അപ്പം ആ കാലത്ത് നിന്ന് മാറി കോൺഗ്രസ് കൂടുതൽ പൊളിറ്റിക്കലായി കേരളത്തിൽ സമ്മതിച്ചു. പക്ഷേ അപ്പോൾ തീരെ ഈ ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ശ്രദ്ധ കാണിച്ചില്ലേ? ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിൻ്റെ നേതാക്കളും ഒക്കെ മറ്റ് സാമൂഹ്യ വിഭാഗങ്ങളെ ബന്ധപ്പെടുന്നത് പോലെ ഞങ്ങളെ ബന്ധപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, ഞങ്ങളെ കണക്കിലെടുക്കുന്നില്ല എന്നൊരു പരാതി ഒരുപക്ഷെ അവർക്കുണ്ടാവാം. അതെന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല ഇതുവരെ? അഭിലാഷ, ഈ ചർച്ചയിൽ ഞാൻ ഇടതുപക്ഷ പ്രതിനിധിയുടെ സംഭാഷണം ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം ഇപ്പോഴും നമ്പർ 1 കേരളത്തിൻ്റെ ഒരു മായിക സ്വപ്നത്തിലാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ മാനവശേഷി വികസന സൂചികകളിൽ കേരളം മുന്നിൽ നിൽക്കുക എന്നത് അതൊരു ഇടതുപക്ഷ സർക്കാരിൻ്റെ നേട്ടമല്ലല്ലോ. എല്ലാവർക്കും കേരളത്തിൻ്റെ ചരിത്രവും സാമ്പത്തിക ശാസ്ത്രവും ഒക്കെ തന്നെ പഠിച്ചിട്ടുള്ളവർ കൃത്യമായിട്ട് അറിയാം. ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ ആരംഭിച്ച വികസന പ്രക്രിയയും നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഇടപെടലും മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ നടപടികളും അതോടൊപ്പം തന്നെ പ്രവാസി സമൂഹം കേരളത്തിന് നൽകിയ സംഭാവനകളുമാണ് കേരളത്തെ മാനവശേഷി വികസന രംഗങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന യാഥാർത്ഥ്യം ഏത് കൊച്ചുകുട്ടിക്കും കേരളത്തിലറിയാം. ഇപ്പോഴും ഈ നമ്പർ 1 കേരളത്തിൻ്റെ തെള്ള് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലാകുമ്പോൾ മസ്തിഷ്ക ജ്വരം പടർന്നു പിടിച്ച് നിരവധി മനുഷ്യർ മരണമടഞ്ഞിട്ടും അതിൻ്റെ സോഴ്സ് എന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു സംസ്ഥാനത്ത്, മെഡിക്കൽ കോളേജിലെ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് അതിൽ കൂട്ടിരിപ്പുകാർ മരണമടയുന്നൊരു സംസ്ഥാനത്ത്, ആ സംസ്ഥാനത്തിരുന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ നമ്പർ 1 പൊങ്ങച്ചം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് പരമ്പരാഗതമായി കൈവരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തുമൊക്കെ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ ചരിത്രം അത് അദ്ദേഹം ഒന്നുകൂടി വിലയിരുത്തുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പങ്കില്ലെന്നും ഞാൻ പറയുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരിച്ചിട്ടുള്ള ഗവൺമെൻറ്റുകൾക്കും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന സ്വീകരണത്തിൽ അവരെടുത്തിട്ടുള്ള നിലപാടുകളും കേരളത്തിൻ്റെ മുന്നേറ്റത്തിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എടുത്തുകൊണ്ടുപോയി ഇന്നും കേരളമാണ് ലോകത്തിന് മാതൃക എന്നൊന്നും ദയവായിട്ട് ശ്രീ കുഞ്ഞിക്കണ്ണൻ സഖാവ് പറയരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതൊന്നാമത്തെ കാര്യം. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് സമുദായ സംഘടനകൾക്കുണ്ടായിരിക്കുന്ന മാറ്റം അന്നത്തെ ഫ്യൂഡൽ ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന 1957 ഫ്യൂഡൽ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ഭൂവുടമ ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം ആണ് ഇന്ന് 2025 എത്തിക്കും. ഇപ്പോൾ പുതിയ സാമ്പത്തിക ബന്ധങ്ങളാണ്. ആ സാമ്പത്തിക ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സമുദായ സംഘടനകൾ നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. അദ്ദേഹം NSS ജനറൽ സെക്രട്ടറിയും
SNDPയുടെയും അല്ലെങ്കിൽ വിവിധ സമുദായ സംഘടനകളുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളെ വ്യത്യസ്തമായി കാണേണ്ടതുണ്ട്. ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞ അഭിപ്രായം അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ ശരിയാണ്. കാരണം ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായിരിക്കുന്ന ശബരിമലയുടെ വിശ്വാസ പ്രമാണങ്ങളെ തകർക്കാൻ ഒരു ജനകീയ ഭരണകൂടം സത്യവാങ്മൂലം കൊടുക്കുകയും അത് സംബന്ധിച്ചൊരു കോടതി വിധി ഉണ്ടായി കഴിഞ്ഞപ്പോൾ വിശ്വാസികളുടെ അഭിപ്രായങ്ങൾ മാനിക്കാതെ നിർബന്ധ ബുദ്ധിയോടുകൂടി 2 സ്ത്രീകളെ പിടിച്ചു കെട്ടി ഒരു കൊട്ടേഷൻ കൊടുക്കുന്നത് പോലെ പോലീസ് പിന്തുണയോടുകൂടി ശബരിമലയിൽ എത്തിക്കാൻ ശ്രമിച്ച ഒരു വിശ്വാസികളെ സംബന്ധിക്കുന്ന ഒരു കിരാത ഗവൺമെൻറ് അവരുടെ നിലപാട് മാറ്റിയത്, അവരുടെ ഒരു നിലപാട് മാറ്റുന്നതിനെ ഒരു സമുദായ സംഘടന, പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസങ്ങളുടെ ആ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി, ആചാര സംരക്ഷണത്തിന് വേണ്ടി നിലപാട് സ്വീകരിച്ച ഒരു സംഘടന സ്വാഗതം ചെയ്യുന്നത് ആ മാറിയ പശ്ചാത്തലത്തിൽ വേണം കാണാൻ. അതല്ലാതെ ഫ്യൂഡൽ ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസമല്ല അതിൻ്റെ കാരണം. നിങ്ങളുടെ നിലപാട് മാറ്റം വിശ്വാസികളുടെ വിശ്വാസ പ്രശ്നമല്ല, ഇത് ലിംഗനീതിയുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് ആർട്ടിക്കിൾ 14 പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിയാണ് ശരിയെന്നും ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ നിലപാടുകൾ ആർട്ടിക്കിൾ 26 അതോടൊപ്പം തന്നെ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ നിലപാടുകൾ സ്വീകരിച്ച ഇന്ദു മൽഹോത്രയുടെ നിലപാട് തെറ്റാണെന്ന് പറഞ്ഞ് രാജ്യത്ത് മുഴുവൻ നവോത്ഥാന മതിൽ പിടിപ്പിച്ചൊരു പാർട്ടിക്കുണ്ടായ മാറ്റത്തെയാണ് അദ്ദേഹം സ്വാഗതം ചെയ്തത്. ആ തരത്തിൽ വേണം അതിനെ കാണാൻ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവർ വയനാടിൻ്റെ MP-മാർ എന്ന തലത്തിലല്ലാതെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നേരിട്ടിടപാട് അവർ ഒരിക്കലും നടത്തിയിട്ടില്ല. അതിൻ്റെ ആവശ്യവുമില്ല. അവർ വയനാട് MP എന്ന നിലയിൽ ആ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന വ്യക്തികളെയും നേതാക്കന്മാരെയും സമൂഹങ്ങളെയും അവർ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാൻ കേരള ആസ്പെക്റ്റിൽ കേരള പൊളിറ്റിക്സിൽ അവർ ഇടപെട്ടിട്ടില്ല. എന്താണെങ്കിലും വിമർശനങ്ങളെയും അഭിപ്രായങ്ങളെയും കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ച് അവരെ നികൃഷ്ടജീവി എന്ന് വിളിക്കാത്ത ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹിഷ്ണുതയോടുകൂടി കേരളത്തിൽ മുൻകാലങ്ങളിൽ ഞങ്ങളെ പിന്തുണച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളെ മുൻകാലങ്ങളിൽ എതിർത്തിട്ടുള്ള സമുദായ നേതാക്കന്മാരും മതമേലധ്യക്ഷന്മാരും സാമൂഹ്യ രംഗത്തെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ അഭിപ്രായങ്ങൾ കേട്ട് അതിൻ്റെ നന്മ ഉൾക്കൊണ്ട് അതിലെ അഭിപ്രായങ്ങളെ പോസിറ്റീവായി സ്വീകരിച്ച് തിരുത്തുക എന്നതാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന ജനാധിപത്യപരമായ നയം. ഞങ്ങൾ ആരെയും നികൃഷ്ടജീവി എന്ന് വിളിക്കാൻ പോകുന്നില്ല. ശ്രീ ജിതിൻ ദേവ്, ശബരിമല വിഷയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമായി BJP അടക്കം ഉന്നയിച്ചൊരു വിഷയമാണ്. ഹിന്ദു ധർമ്മത്തെ ധ്വംസിച്ചു, ഭക്തരെ വിശ്വാസികളെ വേട്ടയാടി എന്നൊക്കെ. പക്ഷേ ജനങ്ങൾ കൂടുതൽ സീറ്റുകൾ നൽകി LDFനെ അധികാരത്തിലെത്തിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായി ആ വിഷയം അതുകൊണ്ട് അടഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ ഈ വിഷയം വീണ്ടും തുറന്നാൽ എന്ത് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ആണ് കിട്ടുക എന്ന് മാത്രമല്ല, ഇപ്പോൾ NSSന്റെ ജനറൽ സെക്രട്ടറി ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാടിന്റെ പ്രസക്തി എന്ന് പറയുന്നത്, NSS ആണ് ശബരിമല വിശ്വാസ സംരക്ഷണ സമരം ആദ്യം തുടങ്ങിയത്. ആ നാമജപ ഘോഷയാത്രകൾക്ക് ശേഷമാണ് പിന്നീട് മറ്റ് സംഘടനകളും മറ്റുമൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി പറയുന്നത് എന്താ? പന്തളത്തെ നിങ്ങളുടെ സംഗമത്തിൽ പങ്കെടുക്കാതിരുന്നത് അദ്ദേഹം വിശദീകരിക്കുന്നു. അതിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് പോവാത്തത് എന്ന് പറയുന്നു. ആദ്യം രംഗത്തില്ലാതിരുന്ന BJP അടക്കമുള്ള ആളുകൾ വികാരപരമായി വിഷയമായി ഇത് മാറുന്നു എന്ന് കണ്ടപ്പോഴും ആണ് വന്നത് എന്ന് പറയുന്നു. അതിനുശേഷം പറയാണ് BJPക്ക് അന്നും ഇപ്പോഴും കേന്ദ്രത്തിൽ ഭരണമുണ്ട്. അവരുടെ നേതാവ് V. മുരളീധരൻ പറഞ്ഞത് കേന്ദ്രം ആചാരം സംരക്ഷിക്കാൻ നിയമം ഉണ്ടാക്കുമെന്നാണ്. എന്നിട്ട് എന്താണ് ഉണ്ടായത്? ഇവരെന്താണ് ഒന്നും ചെയ്യാഞ്ഞത്? NSS അതേസമയം സുപ്രീം കോടതിയെ സമീപിച്ചു, അതിപ്പോൾ വിശാല ബെഞ്ചിന്റെ പരിഗണനയിലാണ്. എന്ന് പറഞ്ഞാൽ BJP ഒക്കെ ഇക്കാര്യത്തിൽ വർത്തമാനം പറയുന്നതല്ലാതെ ഒരു ആത്മാർത്ഥതയും നിങ്ങൾക്കുണ്ടായിരുന്നില്ല എന്ന് 5-6 വർഷങ്ങൾക്ക് ശേഷം NSSന്റെ ജനറൽ സെക്രട്ടറി തന്നെ പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തം അണികളെയും അനുയായികളെയും കൂടി ആ കാര്യങ്ങൾ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തേണ്ടി വരുമല്ലോ. ശ്രീ അഭിലാഷ്, ഇവിടെ അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രം, ഇലക്ഷൻ ചരിത്രം അങ്ങ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന വികസന രേഖയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഏറ്റവും ആദ്യം കട്ടകളിൽ പിടിക്കുന്ന ഒരു കാര്യമായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം. ചിലരൊക്കെ കരുതി മോഡി സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യത്തെ വർഷം തന്നെ ഇപ്പം ഈ കോടതികളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമെന്ന്. പക്ഷേ ഞങ്ങൾ എത്ര കാലം കാത്തിരിക്കാൻ തയ്യാറായി? 500 വർഷത്തെ കാത്തിരിപ്പാണ് അയോധ്യയിലെ രാമക്ഷേത്രം. അധികാരത്തിൽ വന്നതിന് ശേഷം സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നതിന് ശേഷമാണ് ഞങ്ങൾ അതിൻ്റെ നിർമ്മാണത്തിന് അല്ലെങ്കിൽ പറഞ്ഞ സംഘപരിവാര പ്രസ്ഥാനങ്ങൾ അതിൻ്റെ നിർമ്മാണമായിട്ടൊക്കെ പോയത്. അപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് BJPയുടെ നിലപാട് അന്നും ഇന്നും എന്നും സുവിക്തമാണ്.
നോക്കൂ, ഇവിടെ 50കളിലെയും 60കളിലെയും കാര്യങ്ങൾ പറഞ്ഞല്ല അഭിലാഷ് പറയേണ്ടതെന്ന് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പറയുന്നുണ്ടായിരുന്നു. വേണ്ട, 50ലെ 60ലെ 70ലെ നിലപാടുകൾ അറിയൂ. 2018 നിങ്ങൾ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റിയതിൽ ഇന്ന് നിങ്ങളുടെ നിലപാട് എന്താണ്? ശബരിമലയിലെ യുവതീ പ്രവേശനം തെറ്റായി പോയി എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് പൊതുസമൂഹത്തിനോട് പറയാൻ സാധിക്കുന്നില്ല? അയ്യപ്പ വിശ്വാസികളോട് പറയാൻ സാധിക്കുന്നില്ല? മുഴുവൻ അയ്യപ്പ വിശ്വാസികൾക്ക് മുമ്പാകെ നിങ്ങൾ വെക്കണ്ടേ, ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയി, ആ തെറ്റ് തിരുത്താനുള്ള അല്ലെങ്കിൽ ആ തെറ്റ് പറഞ്ഞ് സമസ്താപരാധം തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് അവർ പറയണ്ടേ? പിന്നെ അങ്ങ് ചോദിച്ചതുപോലെ ഞങ്ങളല്ല ഇവിടെ ബദൽ പരിപാടികളുടെ പ്രായോജകർ. ഇവിടുത്തെ ബദൽ പരിപാടികൾ എപ്പോഴും സംഘടിപ്പിക്കുന്ന ഇവരാണ്. ഞങ്ങൾ ഈ ശോഭായാത്ര നടത്തിയപ്പോൾ ഇവർ സമാന്തര ശോഭായാത്രകൾ നടത്തി. ഞങ്ങൾ ഗണേശോത്സവം നടത്തുമ്പോൾ ഇവർ സമാന്തരമായി ഗണേശോത്സവം നടത്തും. ഇങ്ങനെ ഹൈന്ദവ അല്ലെങ്കിൽ ഏത് വിധേനയും BJPയുടെ വളർച്ച തടയുക, BJPയിലേക്ക് പോകുന്ന വോട്ടുകൾ തടയുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ബദൽ പരിപാടികളുടെ കേരളത്തിലെ സംഘാടകർ, മുഖ്യ സംഘാടകർ ഈ CPM തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ശ്രീ NSSന്റെ ആരാധ്യനായിട്ടുള്ള ജനറൽ സെക്രട്ടറി പറഞ്ഞു, അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമലയെ സംബന്ധിച്ചിട്ടുള്ള നിയമനിർമ്മാണത്തിനെ സംബന്ധിച്ചാണ്, ശബരിമലയുടെ വികസനത്തെ സംബന്ധിച്ചാണ്. ശബരിമലയുടെ വികസനത്തിലും ശബരിമലയുടെ ആചാര സംരക്ഷണത്തിലും എന്നും പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള പാർട്ടിയാണ് ഞങ്ങൾ. ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ശബരിമല സംരക്ഷണ സംഗമത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റെസൊല്യൂഷൻ, ഒരു പ്രമേയം ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജു ചന്ദ്രശേഖരനെ ശബരിമല കർമ്മസമിതിയുടെ ഭാരവാഹികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച അദ്ദേഹം ആ വേദിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒക്ടോബർ ആദ്യവാരം ഞാൻ പ്രധാനമന്ത്രിയെ സന്ദർശിക്കുന്ന സമയത്ത് ഈ പ്രമേയം, ഈ റെസൊല്യൂഷൻ അദ്ദേഹത്തിന് ഞാൻ സമർപ്പിക്കും. ശബരിമലയുടെ വികസനം സാധ്യമാക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും എന്നൊരു ഉറപ്പ് വിശ്വാസികൾ കൊടുത്തിട്ടുണ്ട്. ഈ നാട്ടിലെ അയ്യപ്പ വിശ്വാസികൾ ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. കാരണം 2018-ലും 2019-ലും ഈ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിലേക്ക് കയറ്റുവാൻ പോലീസ് സംരക്ഷണയിൽ, പോലീസിന്റെ അകമ്പടിയിൽ കൊണ്ടുപോയപ്പോൾ അതിനെ തടയാൻ മുന്നിൽ നിന്ന പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമാണ്. ഇന്നും നൂറുകണക്കിന് പ്രവർത്തകർ കോടതി വരാന്തലയാണ് അഭിലാഷ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും യാതൊരു ഭയവുമില്ല. CPM നിലപാടുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കട്ടെ. CPMന്റെ നിലപാടുകൾ ഇങ്ങനെ മാറി മറയും. ഇന്ന് പറയുന്നത് നാളെ പറയില്ല, നാളെ എല്ലാവർക്കും മാറ്റാമല്ലോ. ശബരിമല സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി സംഘപ്രസ്ഥാനങ്ങളുടെ ഭാരവാഹികളായിരുന്നവർ, നേതാക്കൾ നിലപാട് എത്ര തവണ എടുത്തിട്ടുണ്ട്. രാജഗോപാൽ 1999 മാതൃഭൂമിയുടെ ശബരിമല വീണ്ടും സ്ത്രീ പ്രവേശനം വേണമെന്ന നിലപാട് എടുത്തിട്ടുള്ളത്. എത്ര തവണ? R ഹരിയുടെ പുസ്തകം ഇല്ലേ? അഭിലാഷേ, നിലപാടൊക്കെ മാറ്റാൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളും ഇതുപോലെ നിലപാട് മാറ്റിയവരാണ്. RSSന്റെ അഭിലാഷ അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞു പോകരുത്. RSSന്റെ പ്രഖ്യാപിത നിലപാടുകളിലൊന്നാണ് സ്ത്രീ സമത്വം എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഞങ്ങളിപ്പോൾ പാർലമെന്റിൽ BJP ഈ പറഞ്ഞ സ്ത്രീ സംവരണ ബില്ലൊക്കെ പാസ്സാക്കിയത്. അങ്ങൊക്കെ അതൊക്കെ ഓർമ്മയുള്ള കാര്യങ്ങളല്ല. ഇവിടെ വിശ്വാസികൾക്കൊപ്പം നിലപാട് നിൽക്കണം എന്ന നിലപാട് വിശ്വാസികളുടെ, ജനങ്ങളുടെ മലയാളിയായ ഏറ്റവും പ്രശസ്തനായ ഹരിയുടെ പുസ്തകം അമൃതാനന്ദമയിയുടെ ആശ്രമവുമായി ചെയ്താണ് അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുള്ളത്. ശബരിമല സ്ത്രീ പ്രവേശനത്തെ കുറിച്ച് വെറും സ്ത്രീ സമത്വമല്ല, ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിൽ സമത്വം വേണം എന്നുള്ളതായിരുന്നു RSSന്റെ പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള സ്റ്റാൻഡ് 2018 ഈ വികാരങ്ങളൊക്കെ ഉണ്ടാവുന്നത് വരെ. ഞാൻ പറയട്ടെ അഭിലാഷേ, ശബരിമലയിലെ യുവതീ പ്രവേശന വിധിക്ക് ശേഷം RSSന്റെ നിലപാട് വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ്. അവിടെ ഞങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കിയോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടോ ആരെങ്കിലും ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടില്ല. അവിടെ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വിശ്വാസികൾ തെരുവിലേക്ക് നാമജപ ഘോഷയാത്രയുമായി ഇറങ്ങാൻ തയ്യാറായ സമയത്ത് വിശ്വാസികൾ യുവതീ പ്രവേശനം ആഗ്രഹിക്കുന്നില്ല എന്ന് ആ നിമിഷം ഞങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ നിലപാട് പറഞ്ഞ ഒരാളാണ്. 2018-ലും 2019-ലും ഒക്കെ ശ്രീമാൻ പിണറായി വിജയന്റെ കൊലച്ചിരി നമ്മൾ കേട്ടതല്ലേ? അവിടെ ആക്ടിവിസ്റ്റുകളെ കയറ്റിയിട്ട് വീണ്ടും ഒരാൾ കയറിയപ്പോൾ ഇന്നെന്താ ഹർത്താലില്ലയോ? 2 പേര് കയറുമ്പോഴേ ഹർത്താലുള്ള, ഒരാൾ കയറിയപ്പോൾ ഹർത്താലില്ലേ? ഇവിടെ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പനാണെന്നുണ്ടെങ്കിൽ പൂജ ചെയ്യേണ്ടുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരികളല്ലേ? ഗണപതി മിത്തല്ലേ? എന്തൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ? ഇപ്പൊ എന്താ അങ്ങനെ പറഞ്ഞവരൊക്കെ രാമായണം വായിച്ച് രാമായണത്തിന്റെ അർത്ഥതലങ്ങളൊക്കെ തേടി നടക്കുന്നത്, ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും അഭിലാഷേ. ജനങ്ങളൊന്നും, കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല. ഒരു കാര്യം കൂടെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇവിടെ വലിയ അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്, പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒക്കെ. അങ്ങ് ഈ പറഞ്ഞ കേരളത്തിന്റെ
ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നോക്കിയോ താഴോട്ട് പോയിട്ട് മധ്യപ്രദേശിന്റെയും BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിന്റെയൊക്കെ ഒന്ന് HDI സ്കോർ കൂടെ അങ്ങൊന്ന് പരിശോധിക്കാൻ തയ്യാറാവണം. ഏറ്റവും കൂടുതൽ ഞങ്ങളെക്കാൾ താഴെയാണ് ആ സംസ്ഥാനങ്ങളൊക്കെ, സർപ്ലസ് ആവുന്ന സംസ്ഥാനങ്ങൾ. ഇവിടെ 9.04 ഇൻഫ്ലേഷൻ വെച്ചുകൊണ്ടിരിക്കുക നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഈ വെറുതെ ഈ വികസന കാര്യങ്ങളൊന്നും ഇങ്ങനെ പറയരുത്. അതുകൊണ്ട് വെറുതെ കേന്ദ്രത്തിന്റെ പുറത്ത് ചാരി പോകാൻ നിങ്ങൾ തയ്യാറാകരുത്. നിങ്ങൾ വികസനം ചർച്ച ചെയ്യാൻ തയ്യാറാകൂ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. വികസനം ചർച്ച ചെയ്യാൻ BJP അതുകൊണ്ടാണ് BJP വികസിത കേരളം എന്നൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചേക്കുന്നത്. ശരി ശ്രീ NP ചെക്കുട്ടി, തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രതിഫലനം ഉണ്ടാക്കും NSSന്റെയും SNDPയുടെ നിലപാടെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? 2019-20 കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ പൗരത്വ പ്രക്ഷോഭം നടക്കുന്നു. അന്ന് മലപ്പുറത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയ തങ്ങൾ പിണറായി വിജയനെ പ്രകീർത്തിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു സൗഹൃദം നമ്മൾ അവിടെ കണ്ടു. തൊട്ട് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തരം കാര്യങ്ങളൊക്കെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പലയിടത്തെയും, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെയൊക്കെ വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ. അപ്പം സാമുദായിക നേതാക്കളുടെയോ സാമുദായിക സംഘടനകളുടെയോ നിലപാടിന് ഒരു ഇമ്പാക്റ്റും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ കാര്യമുണ്ടോ? ഈ നിലപാട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? അല്ല, ഇതിലുള്ള കാര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ഇനിയും 6-7 മാസങ്ങൾക്ക് ശേഷമാണ്. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ മാർച്ചിലോ ഏപ്രിലോ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വിധിയെ നിർണ്ണയിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ആ സമയത്ത് ജനങ്ങളുടെ വോട്ടർമാരുടെ മനസ്സിൽ എന്താണ് ഉള്ളത്, എന്താണ് അവരുടെ ആ സമയത്തെ നിലപാട്, അതാണ് സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പ് റിഫ്ലക്റ്റ് ചെയ്യാം. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിലുള്ള അനുഭവങ്ങളുടെ ഒരു ആകത്തുക നമുക്കുണ്ടാവും. അതിനകത്ത് ഉണ്ടാകുന്ന വളരെ വൈകാരികമായിട്ട് ചില വിഷയങ്ങൾ നമ്മൾ ഓർമ്മയിലുണ്ടാവും. അതല്ലാതെ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങൾ മാത്രം 6 മാസത്തിന് ശേഷം ജനങ്ങൾ വോട്ട് ചെയ്യുന്നൊന്നും കരുതുന്നത് ശരിയല്ല. രണ്ടാമത്തെ കാര്യം, ഈ സമുദായങ്ങളുടെ ഈ അവകാശവാദങ്ങൾക്ക് എന്താ അർത്ഥമുള്ളത്? ഈ സമുദായങ്ങളിൽപ്പെട്ട എത്ര ആളുകൾ ഈ സമുദായ നേതാക്കൾ പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യുന്നുണ്ട്? അവരുടെ കുടുംബക്കാർ പോലും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സത്യത്തിൽ ഇങ്ങനെ വലിയ അവകാശം, അതായത് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും മാത്രമല്ല, ഇവിടെ ഈ ജമാഅത്ത് മറ്റേ ഇതില്ലേ എന്താ പറയുക, സുന്നികളുടെ സംഘടനകൾ, മറ്റ് ജമാഅത്ത് സംഘടനകൾ, ഇങ്ങനെ പല ആളുകളും ഞങ്ങളാണ് ഈ ഞങ്ങളുടെ സമുദായത്തിൻ്റെ ആളുകളുടെ വോട്ട് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അതൊരു വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു കാലത്ത് ഇടതുപക്ഷം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. കേരളത്തിൽ ഇടതുപക്ഷം അറബിക്കടലിൽ ഒലിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ സമുദായ നേതാക്കന്മാർ തങ്ങളുടെ സമുദായത്തിനകത്തുള്ള ആളുകളുടെ യഥാർത്ഥ വിഷയങ്ങൾ കൈകാര്യം ചെയ്യും. ഇപ്പോൾ ശബരിമല ആ തരത്തിലൊരു എക്സാമ്പിളാണ്. ആ സമയത്ത് NSS കറക്റ്റായിട്ട് പൊസിഷൻ എടുത്തതുകൊണ്ട് NSSന് ശക്തമായിട്ട് സ്വാധീനം ഉണ്ടായി. പക്ഷേ മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ റിസർവേഷൻ്റെ ഒരു കാര്യം എടുക്കൂ. റിസർവേഷൻ്റെ ഒരു കാര്യത്തിൽ സത്യസന്ധമായിട്ട് പിന്നെ ഈ മുന്നോക്കക്കാർക്കും കൂടി റിസർവേഷൻ വേണമെന്ന് പറയുമ്പോഴേ അത് അവരുടെ ഇടയിൽ കുറച്ച് ഗുണമുണ്ടാക്കുമെങ്കിലും മറ്റ് സമുദായങ്ങൾക്കിടയിൽ അതിശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ തന്നെ ഒരുപാട് കൗണ്ടർ ആർഗ്യുമെന്റ്സ് വരാം, കൗണ്ടർ ഇൻട്രസ്റ്റുകൾ വരാം. ഇപ്പോൾ ഇതെല്ലാം നോക്കിയാൽ സമുദായ സംഘടനകളുടെ നേതാക്കന്മാരെന്ന് പറയുന്ന മുന്നാക്ക സംവരണം ഉണ്ടല്ലോ, അത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണ്. കേരളം വളരെ ഉത്സാഹത്തോടു കൂടി നടപ്പാക്കി. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ പറയാണ്, മുന്നാക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് 10% സംവരണം നൽകണമെന്ന NSSന്റെ ആവശ്യം സർക്കാർ കേട്ടല്ലോ. എന്നിട്ട് അദ്ദേഹം പറയാണ്, NSSഉം SNDP യോഗവും തമ്മിലുള്ള അകലം കുറയുകയാണ്, അകലം കുറയാതെ നിവൃത്തിയില്ല, ഇന്നല്ലെങ്കിൽ നാളെ അകലം കുറഞ്ഞല്ലേ പറ്റൂ എന്ന്. അപ്പോൾ ഈ പറയുന്ന വിഷയം ഇപ്പോൾ NSSഉം SNDPയും ഒക്കെ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്, അകന്നുകൊണ്ടിരിക്കുകയല്ല. അല്ലാതെ അതെ, എക്സാക്ട്ലി. ഈ വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ സ്വന്തം സമുദായത്തിലെ സാധാരണക്കാരിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടണമെങ്കിൽ സമുദായക്കാരനായിട്ട് വരില്ല, നല്ല ഒന്നാന്തരം കട്ടിയുള്ള നോട്ടുകെട്ടുകൾ വേണം. ഈ ഒരു വിഷയമാണ്. വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ തങ്ങളുടെ അടിസ്ഥാനപരമായ താല്പര്യങ്ങളെ ബലി കഴിച്ചുകൊണ്ട് എന്താ പറയുക, സ്ഥാപിത താല്പര്യങ്ങളുടെ കൂടെ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിനകത്ത് നായർ മുതൽ നായടി വരെ, അല്ല എന്താ നമ്പൂതിരി വരെയുള്ള ഐക്യമുന്നണി എന്ന് പറഞ്ഞ് നടന്ന ആളാണ്. എവിടെയാ അങ്ങനെ ആ തരത്തിലുള്ള ഐക്യം കേരളത്തിലുണ്ടായോ? ഇതിലൊക്കെ ഉള്ളത് സാമ്പത്തികമായ താല്പര്യങ്ങൾ, ഓരോ വിഭാഗം ജനങ്ങളെയും സംബന്ധിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ദീർഘകാല താല്പര്യങ്ങൾ, അതിന് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകുന്ന, അതിനെതിർക്കുന്ന തരത്തിലൊരു നിലപാടിലേക്ക് പിന്നെ വെള്ളാപ്പള്ളിയല്ല ആര് ഒരു നിലപാടെടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ സമുദായം, അതായത് ആ സംവരണമടക്കമുള്ള ആനുകൂല്യങ്ങൾ അർഹിക്കുന്ന, അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന സമുദായങ്ങൾ ഒരു കാരണവശാലും ഇദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ നിലപാടുകളെ അംഗീകരിക്കില്ല, അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്യും. ഇപ്പം തന്നെ SNDP യോഗത്തിനകത്ത് അതിശക്തമായ എതിർപ്പ് ഈ വെള്ളാപ്പള്ളിയോടുണ്ട്. വെള്ളാപ്പള്ളി അവിടെ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതൊക്കെ നമുക്കൊക്കെ അറിയാം. അതിനോട് വിയോജിപ്പുള്ള, വെള്ളാപ്പള്ളി നിലപാടുകൾ വിയോജിപ്പുള്ള അതിശക്തമായ ഒരു വിഭാഗം ഇന്ന് യഥാർത്ഥത്തിൽ SNDP യോഗത്തിലുണ്ട്. ഡോക്ടർ മോഹൻ ഗോപാൽ അടക്കമുള്ള, മോഹൻ ഗോപാൽ അത്ര അത്യുന്നതനായിട്ടുള്ള സമുദായ നേതാവാണ്, അവരടക്കം ഇദ്ദേഹത്തിനെതിരായിട്ടാണ് പരസ്യമായി രംഗത്തുള്ളത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞാൽ അതാണ് ഈഴവ സമുദായത്തിൻ്റെയോ മലബാർ തീരുടെയോ നിലപാട് എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. യെസ്, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നിലപാടുകളുടെ കാര്യത്തിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പിണറായി വിജയൻ
സർക്കാരിന്റെ തലവൻ എന്നുള്ളതിലുപരി വ്യക്തിപരമായി കൂടി കാർക്കശ്യമുള്ള നിശ്ചയദാർഢ്യമുള്ള നിലപാടുള്ള ഒരാൾ എന്നാണല്ലോ അറിയപ്പെടുന്നത്. അദ്ദേഹം 2018, 19, 20 കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ ഇപ്പോഴും സൗണ്ട് ബൈറ്റ് ആയിട്ട് ഓടുന്നുണ്ട്, റീലുകളായിട്ട് വരാറുണ്ട്. നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരും എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. അയ്യങ്കാളിയും നാരായണ ഗുരുവും ഒക്കെ ആചാരം ലംഘിച്ചവരായിരുന്നുവെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് കേട്ട് കൈയടിച്ച ആളുകളുണ്ട്. അപ്പോൾ ആ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ LDFന്റെ ഒരു അനുവാചകരായിട്ടുള്ള നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ടുള്ള ആളുകളൊക്കെ ഇത് കേട്ടിട്ട് ഇപ്പോൾ തലയിൽ കൈവെക്കുന്നുണ്ടാവില്ലേ? അഭിലാഷേ, നമുക്കെല്ലാവർക്കും അറിയാം പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന സമയത്താണ് സുപ്രീം കോടതിയുടെ ലിജുവിൻ്റെ പാർട്ടിക്കാർ ചരിത്രപരമെന്ന് പറഞ്ഞ സ്ത്രീ പ്രവേശന വിധി വന്നത്. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സുപ്രീം കോടതി വിധി, സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ പരമോന്നത കസ്റ്റോഡിയനാണ്, ആ വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥമാണ്. ആരെങ്കിലും ശബരിമലയിൽ പോകണമെന്ന് പറഞ്ഞാൽ കയറും. ഇവിടെ ലിജിയും BJPക്കാരും ഒരുപോലെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ കെട്ടി ആരെയൊക്കെ അവിടെ കൊണ്ട് ആരെയും ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല. പോകാൻ വന്നവർക്ക് സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ സംരക്ഷണം കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. ഇനി ഇവിടെ BJPയുടെ പ്രതിനിധി എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം മനസ്സിലാക്കണം, സുപ്രീം കോടതിയിൽ ശബരിമല പ്രവേശനമല്ല, ഇന്ത്യയിലാകെയുള്ള സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി BJPയുടെ RSSന്റെ തന്നെ ഒരു അഭിഭാഷക സംഘം പ്രവർത്തിച്ചു. അവർ മഹാരാഷ്ട്രയിലൊക്കെ ചില ക്ഷേത്ര പ്രവേശനങ്ങൾക്ക് വേണ്ടിയുള്ള വിധി നേടിയെടുത്തു. കേരളത്തിലെ ശബരിമലയിലും അവരാണ് സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയുള്ള കേസ് കൊടുത്തത് അല്ലേ? ആ വിധി വന്നപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആ വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥമുണ്ട്. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളായ നമ്മളെല്ലാവരും എന്താണ്, ഭരണഘടനയുടെ സുപ്രീം കസ്റ്റോഡിയനായ സുപ്രീം കോടതി ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിപ്രായത്തിന് വിധേയമായി നിൽക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥമാണ്. നമുക്ക് കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യാം. പക്ഷെ നമുക്ക് ഇന്ത്യ രാജ്യത്ത്, ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് അത്തരം ഒരു വിധി വന്നാൽ ഇത് നിലപാട് സ്വീകരിക്കണം. അപ്പോൾ വിശ്വാസികളും അവരുടെ ആചാരവും അതുമായി ബന്ധപ്പെട്ട സംരക്ഷണ താല്പര്യങ്ങളും ഒക്കെ നമ്മുടേതുപോലുള്ള സമൂഹങ്ങളിൽ പലതരങ്ങളിൽ നിലനിൽക്കും. ആ ആചാരങ്ങളുടെ പ്രതിലോമപരത, സ്ത്രീവിരുദ്ധത, ലിംഗനീതിക്കെതിരായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ സാമൂഹ്യമായി ബോധവൽക്കരിച്ച് മുന്നോട്ട് പോകാനും മാറ്റാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയില്ല, മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആ ആത്മകഥ ബ്രാഹ്മണ്യ നായർ സമുദായത്തിൽ ഉണ്ടാക്കിയ അപമാനകരവും സങ്കടകരവുമായ അവസ്ഥയെ വിശദീകരിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ എന്താണ് പറഞ്ഞത്? എനിക്ക് എൻ്റെ സ്വന്തം പിതാവിനെ പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നതാണ് ഇവിടുത്തെ ബ്രാഹ്മണ്യ വ്യവസ്ഥ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം വിമർശനങ്ങളിലൂടെ മാറ്റമുണ്ടാക്കാനുള്ള നവോത്ഥാനപരമായ ശ്രമങ്ങളുടെ കൂടെ നിൽക്കാൻ NSS പോലുള്ള സംഘടനകൾക്ക് ചരിത്രത്തിൽ ബാധ്യത ഉണ്ടായിട്ടില്ലേ? 1924 വൈക്കക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി നടന്ന ഐതിഹാസികമായ സവർണജാഥ, ആ സവർണജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത ആളല്ലേ മന്നത്ത് പത്മനാഭൻ. അപ്പം ചരിത്രത്തിൽ ഒരു സംഘടനയായാലും ഒരു വ്യക്തിയായും പലതരം നിലപാടുകളുണ്ടാവും. പക്ഷെ ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ സ്വീകരിക്കുന്നത് അവരുടെ ഈ നവോത്ഥാനപരമായ പുരോഗമനപരമായ സാമൂഹ്യോന്മുഖമായ നിലപാടുകളെ ഉയർത്തിപ്പിടിക്കുകയും മറ്റ് കാര്യങ്ങളിൽ അവരെടുത്തിട്ടുള്ള നിലപാടുകളെ വിമർശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് CPMോ പിണറായി വിജയനോ ഒരു നിലപാടും ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മുടേതുപോലുള്ളൊരു സമൂഹത്തിൽ വ്യത്യസ്ത വിശ്വാസി സമൂഹങ്ങളെയും ആ വിശ്വാസങ്ങളെ സാക്ഷാത്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിച്ചിരിക്കുന്ന അനുഷ്ഠാനം. പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ എന്ന് പറയാം. അതിനിടയ്ക്ക് എന്താണ് ക്രോസിംഗ് ഒന്നും വേണ്ട. ഇവിടെ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയും. ഞാൻ നിങ്ങളെ ആരെയും ചർച്ചയിൽ ഞാൻ കടന്നിട്ടില്ല. നിങ്ങൾ 3 പേര് ഇരുന്നിട്ട് എന്റെ നിലപാടിനെതിരായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനത്തെ തർക്കത്തിന്റെ ഒന്നും പ്രശ്നം ഇവിടെ ഇല്ല. ഇവിടെ നിലപാട് എന്തായാലും പറയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്ത് സാധാരണക്കാരന്റെ സംശയം പറയാൻ ലിജുവിനെ ആരും ഏൽപ്പിച്ചിട്ടില്ല. ലിജു സാധാരണക്കാരൻ്റെ ആളല്ല. സാധാരണക്കാരന്റെ പ്രസ്ഥാനമാണോ കോൺഗ്രസ്? അല്ല, ഈ രാജ്യത്ത് 47 മുതൽ അധികാരം കൈകാര്യം ചെയ്തിട്ട് ഈ രാജ്യത്തിന്റെ സംരക്ഷണയും സാമൂഹ്യ ജീവിതത്തെയും തകർത്ത് BJPയുടെ കൈകളിലേക്ക് അധികാരം എത്തിച്ചു കൊടുത്ത പാർട്ടിയുടെ പ്രതിനിധിയാണ് നിങ്ങൾ. ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് നിയോ ലിബറൽ നയങ്ങൾ നടപ്പാക്കിയത്. ശരിയല്ല, അതൊക്കെ വേറെ കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങ് കൺക്ലൂഡ് ചെയ്യൂ. നിങ്ങൾ ഈ രാജ്യത്ത് കൺക്ലൂഡ് ചെയ്യാൻ ഇടപെടുമ്പോൾ അഭിലാഷ് എന്താ ഇടപെടരുതെന്ന് പറയാത്തത്? അഭിലാഷിന് പറയാൻ ബാധ്യതയില്ലേ? ഞാൻ വിഷയം ഇതാണ്. കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇടതുപക്ഷം 3ാം ടേമും അധികാരത്തിലേക്ക് വരും. എന്തുകൊണ്ടാണ് വരുന്നത്? കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ
ഭൗതിക ജീവിതാവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ വിസ്മയകരമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. ഇവിടെ ലിജുവും ജിതിൻ ദേവും എന്ത് പറഞ്ഞാലും അങ്ങനെ കണ്ണടച്ചിരുട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഈ മാറ്റങ്ങൾ എല്ലാവർക്കും അറിയാം. മധ്യപ്രദേശിൻ്റെ കണക്ക്, ഉത്തർപ്രദേശിൻ്റെ കണക്ക്. മിസ്റ്റർ ജിതിൻ ദേവ്, നിങ്ങൾ നീതി ആയോഗിൻ്റെ കണക്കുകൾ നോക്കുക. ഇവിടെ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം നിങ്ങളുടെ വാട്സപ്പിലേക്ക്. അഭിലാഷിൻ്റെ വാട്സപ്പിൽ ആ വിവരങ്ങൾ ഉണ്ടാവുമല്ലോ. നിങ്ങൾ നോക്കുക, ഇന്ത്യയിൽ ജീവിത ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം തന്നെയാണ്. കേരളം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന IMFൻ്റെ പ്രതിശീർഷ വരുമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ എന്താ സൂചിപ്പിക്കുന്നത്? നമ്മളെല്ലാം ചെറുപ്പം മുതൽ പഠിച്ച എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ ഉപഭോഗവും പ്രതിശീർഷ വരുമാനവും ഉള്ള സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ന് പഞ്ചാബാണോ? കേരളമല്ലേ? 3 നേരം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ജനങ്ങളെ അതിനെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് IMF അവരുടെ പ്രതിശീർഷ വരുമാനത്തിൻ്റെ കണക്ക് അവതരിപ്പിച്ചത്. അങ്ങനെ വന്നപ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണ്? കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? കേരളത്തിൽ 98.6% ആളുകൾ പ്രതിശീർഷ വരുമാനത്തിൽ വളരെ മുന്നിൽ നിൽക്കുകയാണ്. ബാക്കി വരുന്ന ആളുകളെ തീവ്രമായ അൾട്ടിമേറ്റ്ലി പുവറായ അവസ്ഥയിലുള്ള ആളുകളെ ഉദ്ധരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ കേരളത്തിലെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിദരിദ്രരെ കണ്ടെത്തിക്കൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നടപടികൾ സർക്കാർ നടത്തുകയാണ്. ഇതെല്ലാം കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും കാണേണ്ടി വരും, അംഗീകരിക്കേണ്ടി വരും. ശരി, ശ്രീ എം ലിജു, കേരളം പൊതുവെ ഒരു ആന്റി ഇൻകംബൻസി ഉള്ള സംസ്ഥാനമാണ്. അതുകൊണ്ടാണല്ലോ ഓരോ 5 വർഷവും ഭരണം മാറി വന്നിരുന്നത് കഴിഞ്ഞ 2021 വരെയുള്ള കാലയളവിൽ. ഇത് സർക്കാരിന്റെ അവസാനത്തെ 7 മാസമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ വിരുദ്ധതയൊക്കെ തിളച്ചു നിൽക്കേണ്ട സമയമാണ്. ആ സമയത്ത് ഇപ്പോൾ സാമുദായിക സംഘടനകളുടെ നിലപാട് വരുന്നു, സർക്കാരിനെ അവർ പ്രകീർത്തിക്കുന്നു. അത് ഒരു പ്രതീതി ഉണ്ടാക്കുന്നില്ല? ഒരു പിണറായി 3.0 എന്നോ അല്ലെങ്കിൽ സർക്കാരിനെതിരെ വികാരമില്ല എന്നൊക്കെയുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നില്ല? ഒരു നറേറ്റീവ് അങ്ങനെ ഉണ്ടാക്കപ്പെടുന്നില്ലേ? അക്കാര്യത്തിൽ കോൺഗ്രസിന് ആശങ്കയുണ്ടോ? ഒന്ന് അഭിലാഷ്, ഇപ്പം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, CPM പ്രതിനിധി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാദഗതികൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിനോട് അങ്ങേയറ്റം വിയോജിപ്പുണ്ടായിട്ടും ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും സംസാരിച്ചില്ല. ഞാൻ ഇടയ്ക്കേറെ സംസാരിച്ചിട്ടുമില്ല. പക്ഷേ അദ്ദേഹം എടുത്തു പറയുന്നത് കോൺഗ്രസ് പ്രതിനിധി ഇടയ്ക്ക് കയറുന്നത് എന്തിനെന്ന് ചോദിച്ചുകൊണ്ട് എന്നെ അദ്ദേഹം വിമർശിക്കാനും ഞാനെന്തോ ഇടയ്ക്ക് കയറി എന്ന രീതിയിൽ സംസാരിക്കാനുമാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? അതൊരു മാനസിക ഭാവത്തിൻ്റെ പ്രശ്നമാണ്. അതാണ് ഇവിടുത്തെ ഇഷ്യൂ. ഈ തിരഞ്ഞെടുപ്പ് ഇപ്പം തന്നെ ഇവർ നടത്ത അയ്യപ്പ സംഗമം ഇവിടെ കൊട്ടിഘോഷിക്കപ്പെട്ട വാറോല ആരുടേതാണ്? യോഗി ആദിത്യനാഥിൻ്റെതാണ്. ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന, ഭരണഘടനാ കോടതികൾക്ക് പോലും വില കൽപ്പിക്കാത്ത ബുൾഡോസർ രാജ്യത്ത് നടപ്പിലാക്കുന്ന അങ്ങേറ്റം വർഗീയവാദിയായിരിക്കുന്ന ഒരാളിൻ്റെ സന്ദേശമാണ് കൊട്ടിഘോഷിക്കപ്പെട്ട് CPM നേതൃത്വം ഇവിടെ വായിക്കുന്നത്. അപ്പോൾ ഇതേ മാനസികാവസ്ഥ ശ്രീ KT കുഞ്ഞിക്കണ്ണനും ഉണ്ടാവുന്നതിൽ എനിക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല. കാരണം ഇതവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. നരേന്ദ്രമോദിയുമായിട്ടും അമിത്ഷായുമായിട്ടും യോഗി ആദിത്യനാഥുമായിട്ടും സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ വെച്ച് പുലർത്തുന്ന ബന്ധവും അവർ അദ്ദേഹത്തിനൊരുക്കുന്ന സംരക്ഷണ കവചവും ഈ തെരഞ്ഞെടുപ്പിൽ കൂടി പിണറായി വിജയനെ അധികാരത്തിലെത്തിച്ച് അവരുടെ ഹിന്ദുത്വ അജണ്ട, അവരുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള ദേശീയ തലത്തിലുള്ള BJP നേതൃത്വത്തിൻ്റെ നയങ്ങളുടെ കൂടി പ്രതിഫലനമാണ് ഇവിടെ പിണറായി വിജയൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും യോഗി ആദിത്യനാഥിൻ്റെ വാറോലേക്ക് അതിൻ്റെ ഭാഗമാണെന്നും എല്ലാവർക്കും അറിയാം. കേരള സമൂഹത്തിലുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഞാൻ നിശബ്ദനാകുമ്പോഴും BJP പ്രതിനിധിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോകാതെ കോൺഗ്രസിനെ വിമർശിക്കുന്നത് പിണറായി തുടങ്ങി കുഞ്ഞിക്കണ്ണൽ വരെ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഈ സംഘപരിവാർ മനോഭാവത്തിൻ്റെ പ്രതിഫലനമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതൊന്നാമത്തെ കാര്യം. പിന്നെ സംസ്ഥാനത്താകമാനം ഗവൺമെൻറ്റിനെതിരായ ശക്തമായ വികാരമുണ്ട് എന്നത് ഉപതെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ പ്രതിഫലിപ്പിക്കപ്പെട്ടതാണ്. ശക്തമായ വികാരം ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനെതിരെ ഉണ്ടോ കാര്യത്തിലൊരു സംശയം വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസ്ഥാന ഭരണത്തിൻ്റെ അവസാനത്തെ 7 മാസക്കാലമാണ്. സമുദായ സംഘടനകൾക്കുൾപ്പെടെ കൃത്യമായിട്ട് അവരുടെ നിലപാടുകൾ, വിവിധ വ്യത്യസ്ത വിഷയങ്ങൾ അവർക്ക് നിലപാടുകൾ പറയാൻ സാധിക്കും. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിൽ തിരുത്തലുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് കൃത്യമായി തിരുത്തും. പക്ഷെ ഒരു കാര്യം അഭിലാഷ് മനസ്സിലാക്കിക്കൊള്ളണം, കേരളത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് അതിശക്തമായ ജനവികാരമുണ്ട്. പോലീസ് ലോക്കപ്പുകളെ കൊലേറകളാക്കിയ, ആരോഗ്യരംഗത്ത് ഇന്ന് ഞങ്ങൾ ഈ KPCCയുടെ ഭവന സന്ദർശന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വീടുകൾ കയറി ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കയറി ഒരു വീട്ടിൽ കാലൊടിഞ്ഞ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കിടന്ന് കഴിഞ്ഞ ദിവസം സർജറിക്ക് വിധേയനായിരിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞത് സർജറിക്ക് തുടങ്ങി എല്ലാ കാര്യങ്ങളും, പഞ്ഞി വരെ, സാധാരണ മരുന്ന് വരെ ഓപ്പറേഷൻ തിയേറ്ററിൽ വാങ്ങിക്കൊടുത്തിട്ടാണ് ഒരു ചികിത്സ അദ്ദേഹത്തിന് ലഭിച്ചതെന്നാണ്. ഇത് കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യത്തിൻ്റെ സ്ഥിതിയാണ്. ഇന്ന് രാവിലെ ഞാൻ പങ്കെടുത്തത് അധ്യാപക സംഘടനയുടെ ഒരു പ്രചരണ ജാഥയിലാണ്.
അവിടെ ഇന്ന് മനസ്സിലാക്കാൻ ഉച്ചഭക്ഷണത്തിൻ്റെ ചിക്കനും മട്ടണും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഗവൺമെൻറ് അതിന് തുക കൊടുക്കാതെ അധ്യാപകരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കുന്നതിനെ കുറിച്ചുള്ള കഥകളാണ്. അധ്യാപകരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്താതിനെക്കുറിച്ചുള്ള സാഹചര്യങ്ങളാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല കേരളം രൂപപ്പെടുത്തിയെടുത്ത അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും ക്രമസമാധാനവും എല്ലാം തകർത്ത് ഏറ്റവും ജനദ്രോഹപരമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ് അവർ ചില തിരുത്തലുകളൊക്കെ വരുമ്പോൾ മുൻകാലങ്ങളിൽ അവരെ എതിർത്തുന്ന സമുദായ സംഘടനകൾ അത് ശരിയാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കേരളത്തിൽ അവർക്കെതിരെയുള്ള വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം മാറുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കേരളം അതിന് സാക്ഷ്യം വഹിക്കും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഇവരെന്തായാലും യോഗി ആദിത്യനാഥിൻ്റെ വാറോയിലൊക്കെ വായിച്ച് നരേന്ദ്രമോദിയിലും അമിത്ഷായിലും യോഗി ആദിത്യനാഥിലും ഒക്കെ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകട്ടെ. കുഞ്ഞിക്കണ്ണൻ സഖാ ഉൾപ്പെടെയുള്ളവർ അതിനെ പ്രകീർത്തിക്കട്ടെ. ശബരിമലയിലെ അന്നത്തെ നിലപാട് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. കോടതി വിധി നടപ്പിലാക്കാൻ വേണ്ടി ബിന്ദു അമ്മിണിയൊക്കെ അങ്ങ് സന്നിധാനത്ത് എത്തിച്ചത് നിങ്ങളുടെ മാസ്റ്റർ പ്ലാൻ അല്ല, ഭക്തകളായ അല്ലെങ്കിൽ വിശ്വാസികളായ അവരുടെ സംരക്ഷണം നടത്താൻ വേണ്ടിയുള്ള ഒരു ഗവൺമെൻറ് ഇടപെടൽ മാത്രമാണെന്ന് അങ്ങ് വിശ്വസിച്ചാൽ മതി. കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അതിൻ്റെ യാഥാർത്ഥ്യം അറിയാം. ഇന്ന് പിണറായി ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് മാറ്റിയിരിക്കുന്നു. ഇന്ന് നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെ നിലപാട് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. ശ്രീ ജിതിൻ ദേവ്, ഇപ്പോൾ BJPക്കും സംഘപരിവാർ സംഘടനകൾക്കും ഒക്കെ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള സംഗമമല്ല ഇത് എന്ന അഭിപ്രായമുള്ളപ്പോഴും ഇന്ത്യയിലെ BJPയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥിന് ആ അഭിപ്രായം ഇല്ലെന്ന് മാത്രമല്ല, അദ്ദേഹം പിണറായി ഗവൺമെന്റിന് കത്തയച്ചു. ആ കത്ത് വായിക്കുന്ന നിലയൊക്കെ ഉണ്ടായി ആ വേദിയിൽ തന്നെ. നമുക്ക് അറിയാമല്ലോ BJPയെ സംബന്ധിച്ചിപ്പോൾ കേന്ദ്രത്തിലുള്ള BJPയുടെ നിലപാടെന്ത്, ഇവിടുത്തെ നിലപാടെന്ത് എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ അവിടെ നിലനിൽക്കുന്നുണ്ടോ? ഇതൊക്കെ അപ്പീൽ ചെയ്യുന്നത് സെയിം സെറ്റ് ഓഫ് ആളുകളിലേക്കാണല്ലോ. ആ ആളുകൾ ഈ കാര്യത്തിൽ നിങ്ങളെടുക്കുന്ന നിലപാടാണോ സർക്കാർ എടുക്കുന്ന നിലപാടാണോ ശരി എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാവില്ലേ? അതൊരു ഔദ്യോഗിക മര്യാദയാണ് അഭിലാഷ്. അത് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഔദ്യോഗിക പ്രതികരണം അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക മര്യാദയായിട്ട് മാത്രം അങ്ങ് അതിനെ ഉൾക്കൊണ്ടാൽ മതി. രണ്ട്, ഇവിടെ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ച് ശ്രീ എം ലിജു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. വർഗീയവാദി, വിശ്വാസം, വാറോല, ഇങ്ങനെ ചില കാര്യങ്ങൾ. ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്നവരെല്ലാം വർഗീയവാദികളും പാതിരാത്രിക്ക് അടുക്കളപ്പുറത്തൂടെ ജമാഅത്ത് ഇസ്ലാമിയുടെ വടക്കേത്ത് പോകുന്നവർ ആ ജമാഅത്ത് ഇസ്ലാമിക്കാർ നല്ലവരുമാണുള്ള ഈ നിലപാട് കൊണ്ടാണ് ശ്രീ എം ലിജു കോൺഗ്രസ് ഈ അവസ്ഥയിലോട്ട് പോയത്. 2014 നിങ്ങളെ 44 സീറ്റിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ, ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ നിങ്ങളെ 44 സീറ്റിലേക്ക് വിട്ട ഈ ഒരു നിലപാട് കൊണ്ടാണ്. 35 വർഷം UP ഭരിച്ചിരുന്നവരാണ് നിങ്ങൾ. ഇപ്പം എവിടെയുണ്ട്? എവിടെ നിൽക്കുന്നു നിങ്ങൾ? നാട്ടിലുള്ള സകല ആൾക്കാരെയും കൂട്ടിയണക്കെ കിട്ടിയത് 99 സീറ്റാണ്. പിന്നെയും വന്നിരുന്നില്ല. പാണ്ടിലോറിക്ക് മുമ്പിൽ മാക്രി മസിൽ പിടിച്ചിരിക്കുന്നവർ വന്ന് പിടിച്ച് നിൽക്കരുത്. ഞങ്ങളൊക്കെ വർഗീയവാദികൾ, ജമാഅത്ത് ഇസ്ലാമിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓശാന പാടുന്ന സകല തീവ്രവാദ ശക്തികളും നിങ്ങൾക്ക് നല്ല ആൾക്കാർ. ഈ നിലപാടും കൊണ്ട് നിങ്ങൾ ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ ശ്രീ സുകുമാരൻ നായർ സാർ പറഞ്ഞ കറക്റ്റാണ്. കോൺഗ്രസ് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് എന്നേക്കുമായി അകന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് ആ സ്പേസ് നഷ്ടപ്പെടുന്നത് നിങ്ങൾ മാത്രം തിരിച്ചറിയുന്നില്ല. നിങ്ങൾ ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമിയുടെ തിണ്ണനിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. അവിടെയാണ് നിങ്ങൾ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്ന യോഗി ആദിത്യനാഥ് ഒരു സന്യാസിയെ വന്നിരുന്നിട്ട് വർഗീയവാദികളാക്കും, മറ്റുള്ളവരെ നിങ്ങൾ നല്ലവരാക്കി മാറ്റും. അതുകൊണ്ട് ഈ നിലപാടാണ് നിങ്ങൾ ഇങ്ങനെ താഴേക്ക് കൊണ്ടുപോകുന്നത്. ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കൊള്ളുക. ശരി, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഈ യോഗി പരാമർശത്തിൽ എന്തെങ്കിലും താങ്കൾക്ക് മറുപടി ഉണ്ടോ? വേണ്ടിയുള്ള നിങ്ങളുടെ വിലാപം അവസാനിപ്പിച്ച് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതിനൊരു ഒരു മറുപടി. ഞങ്ങൾക്ക് ശ്രീ എം ലിജു, ഞാൻ ശ്രീ അഭിലാഷ് ഞാൻ ശ്രീ എം ലിജു, ഞങ്ങൾക്ക് ഒരു വിലാപവും ഇല്ല. ഞങ്ങൾക്ക് ഒരു വിലാപവും ഇല്ല. അതുകൊണ്ടാണല്ലോ ഈ ഒന്നും നടക്കാത്തതുകൊണ്ടാണല്ലോ ഇപ്പൊ മലേഷ്യൻ പടക്കോട്ടൊക്കെ തേരാപ്പാറ ആരും മൈൻഡ് ചെയ്യാതെ പോയത്. അഭിലാഷേ, ഒന്നാമത്തെ കാര്യം ഹിന്ദുവിന്റെ മൊത്തം അവകാശം ഇവിടെ BJP-ക്കാരും നൽകിയിട്ടില്ല. ഇവിടെ ഒരു BJP വക്താവ് സംസാരിക്കും. അദ്ദേഹത്തിന് സംസാരിക്കാൻ നിങ്ങൾ വന്നിരുന്നു പിന്നെ വർഗീയവാദി മറ്റേവാദി എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ കേട്ടോണ്ടിരിക്കുന്നു കരുതിയോ? നിങ്ങൾ വന്നിരുന്നു സംസ്ഥാന മുഖ്യമന്ത്രി വർഗീയവാദി പറഞ്ഞ് ഞാനിവിടെ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാൻ ഫാക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക.
അതിന് പകരം വന്നിരുന്നിട്ട് ഈ ചർച്ചയെ പോലും ഇല്ലാത്ത അല്ലെങ്കിൽ എവിടെയോ ഏതോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ പറ്റി വർഗീയത ഞാനിവിടെ കേട്ട് ചുമ്മായിരിക്കും നിങ്ങൾ. എന്ത് ഫാക്ട്? ഒരാളെ വർഗീയവാദി എന്ന് പറയുന്നതാണ് ഫാക്ട്. ജാതി ഘോഷയാത്ര നിരോധിച്ചു യു പിയിൽ. ജാതി പറഞ്ഞുള്ള ഘോഷയാത്ര നിരോധിച്ചു യു പിയിൽ. അപ്പോഴാണോ നിങ്ങളുടെ വർഗീയവാദം? ജാതി പറഞ്ഞുള്ള ഘോഷയാത്ര പറയുമ്പോൾ അപ്പോഴാണ് നിങ്ങളുടെ വർഗീയവാദം. അതുകൊണ്ടാണ് ഇപ്പോഴും നാട്ടിലുള്ള മുഴുവൻ പേരെയും കൂട്ടക്കെട്ട് നടക്കുന്നത്. എന്ത് അത് നിങ്ങൾ ശ്രീ എം ലിജു, നിങ്ങൾ ഫാക്ട് പറഞ്ഞ് സംസാരിക്കും. അല്ലാതെ വന്നിരുന്നിട്ട് നിങ്ങൾ ഇമാതിരി വർത്താനങ്ങൾ പറയരുത്. നിങ്ങളെപ്പോലെ ഒരു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. വർഗീയവാദി, നിങ്ങൾക്ക് എന്ത് അനുഭവത്തിന്റെ പുറത്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്ത് അനുഭവത്തിന്റെ പുറത്താണ് പറയുന്നത്? നിങ്ങൾ എന്ത് അനുഭവത്തിന്റെ പുറത്താണ് ശ്രീ എം ലിജു പറയുന്നത്? നിങ്ങൾക്ക് എന്ത് അനുഭവത്തിന്റെ പുറത്താണ്? നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? നരേന്ദ്രമോദി സർക്കാരിന്റെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ശ്രീ എം ലിജു, നരേന്ദ്രമോദി സർക്കാരിന്റെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു പദ്ധതി നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? ശരി, നമുക്ക് അടുത്ത ദിവസം ഇതൊക്കെ ചർച്ച ചെയ്യാം. സമയം കഴിഞ്ഞു, ഇന്നത്തെ ചർച്ചയ്ക്കുള്ള സമയം കഴിഞ്ഞു. എന്തായാലും വളരെ നന്ദി ശ്രീ ജിതിൻ ദേവ്, ശ്രീ എൻ പി ചേക്കുട്ടി, ശ്രീ എം ലിജു, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. വലിയ ചർച്ച എന്തായാലും അയ്യപ്പ സംഗമത്തെ തുടർന്ന് ഉണ്ടാവുന്നുണ്ട്. അയ്യപ്പ സംഗമം ഈ പുതിയ ആധുനിക കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാകുമോ? ആകുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. എന്തായാലും കാത്തിരിക്കാം. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.